മായ പുരാണങ്ങളിൽ ഒന്നാണ് ഭാഗവതങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന 3 ഗ്രന്ഥങ്ങൾ. മഹാനായ വേദവ്യാസൻ തൻ്റെ തൂലികയിലൂടെ ലോകത്തിന് സമ്മാനിച്ചത് അപൂർവമായ ചില കൃതികളാണ്. 4 വേദങ്ങളെ അദ്ദേഹം വ്യസിച്ചെടുത്തു. ഋഗ്വേദം 10540 ശ്ലോകങ്ങൾ, യജുർവേദം ഏതാണ്ട് 1900 ശ്ലോകങ്ങൾ, സാമവേദം 1500 ശ്ലോകങ്ങൾ, അഥർവവേദം 7000 ശ്ലോകങ്ങൾ, എല്ലാം കൂടി 22000 ശ്ലോകങ്ങൾ ചേർത്ത് 4 വേദങ്ങളെ വ്യസിച്ചെടുത്തു. അദ്ദേഹം മഹാഭാരതം രചിച്ചു 1,25,000 ശ്ലോകങ്ങൾ. അദ്ദേഹം 1108 ഉപനിഷത്തുകൾ എഴുതി, അതെല്ലാം കൂടി 23,000 ശ്ലോകങ്ങൾ. പിന്നെ 18 പുരാണം എഴുതി, അത് 3,90,000 ശ്ലോകങ്ങൾ. പിന്നെ 18 ഉപപുരാണങ്ങൾ എഴുതി, അതെല്ലാം കൂടെ 4,50,000 ശ്ലോകങ്ങൾ. എല്ലാം കൂടി മഹാനായ വേദവ്യാസൻ നമുക്ക് തന്നത് ഏതാണ്ട് 11 ലക്ഷത്തിലേറെ വരുന്ന ശ്ലോകങ്ങളുടെ ഒരു സഞ്ചയമാണ്. അതിലാണ് 18 പുരാണങ്ങൾ വരുന്നത്. ആ 18 പുരാണങ്ങൾ ഇതിൽ 3 എണ്ണങ്ങളാണ് നമ്മൾ ഭാഗവതങ്ങളെന്ന് വിളിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമാണ് ശ്രീമദ് ഭാഗവതം, വിഷ്ണു ഭഗവാന്റെ ദശാവതാരങ്ങൾ അവതരിപ്പിക്കുന്ന ഭാഗവതം. പിന്നെ ദേവീ ഭാഗവതം, ദേവിയുടെ ദശാവതാരങ്ങൾ വിവരിക്കുന്ന ദേവീ ഭാഗവതം. പിന്നെ ശിവപുരാണം എന്ന് വിളിക്കപ്പെടുന്ന ഗ്രന്ഥത്തെ ചിലർ ശിവഭാഗവതം എന്ന് വിളിക്കാറുണ്ട്. ഇത് 3 എണ്ണമാണ് ഭാഗവതങ്ങൾ എന്ന് പറയുന്നത്. ആ ഭാഗവതങ്ങൾ നമ്മെ പറഞ്ഞു തരുന്നത് പുരാണത്തിൻ്റെ ലക്ഷണമുള്ള 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി ഈശ്വരൻ എന്തൊക്കെയാണ് ഈ ഭൂമി ചെയ്തത്, മനുഷ്യൻ എന്തൊക്കെയാണ് ഈ ഭൂമി ചെയ്തത്, മനുഷ്യൻ്റെ വംശം എങ്ങനെയാണ് അനാവരണം ചെയ്തു വരിക, കാലാന്തരങ്ങളുടെ രഹസ്യം എന്താണ്, പിന്നെ കുടുംബങ്ങൾ പരിണാമപ്പെടുന്നത് എങ്ങനെയാണ്. ഈ 5 കാര്യങ്ങളാണ് ഒരു പുരാണത്തിൻ്റെ ഡെഫിനിഷനിൽ വേദവ്യാസം പറയുന്നു. 5 കാര്യങ്ങൾ പറയുമ്പോൾ അത് ശ്രദ്ധേയമായ കഥകളിലൂടെ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ആ വിശാലമായ പ്രപഞ്ചത്തിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ക്ഷേത്രഭാരവികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടാണ്. അത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് എന്ന് മനസ്സിലാക്കാം. ശ്രീമദ് ഭാഗവതം വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥയാണ്. വിഷ്ണു ഭഗവാന് 10 അവതാരങ്ങളാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ രാമച്ച രാമ, 3 രാമന്മാർ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, കൃഷ്ണ, കൽക്കി എന്ന ദശാവതാരം. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞ ഭൂമിയിൽ മനുഷ്യനുണ്ടായ ശേഷം അതൊരു പരിണാമത്തിലൂടെയാണ് മനുഷ്യരിൽ എത്തിച്ചേർന്നത്. ആദ്യം ജീവനുണ്ടായത് വെള്ളത്തിലാണ്. ആ വെള്ളത്തിൽ ജീവനുണ്ടായ ശേഷം ആ വെള്ളത്തിൽ ജനിച്ച ജീവൻ കരയിലും വെള്ളത്തിലുമായി ജീവിക്കാൻ പഠിച്ചു, ആംഫീബിയൻസ്. അത് കഴിഞ്ഞ് ആ ജീവൻ കരയിൽ മാത്രം ജീവിക്കാൻ പഠിച്ചു, ടെറസ്ട്രിയൽ ബീയിങ്സ് ഉണ്ടായി. അത് കഴിഞ്ഞ് മനുഷ്യനും മൃഗങ്ങളുടെയും സ്വഭാവം ഇടകലർന്ന മനുഷ്യരൂപം ഉണ്ടായി. പിന്നെ ആദിമ മനുഷ്യനുണ്ടായി, അവനിച്ചിരി നീളക്കുറവായിരുന്നു. അത് കഴിഞ്ഞ് അവൻ മ്യൂട്ടേഷൻ കിട്ടി, 4 അടിയിൽ നിന്ന് 6 അടിയിലേക്ക് ഉയരാൻ പോയി. പിന്നെ അവൻ ഹണ്ടർ ഗാദറായിരുന്നു, കാട്ടിൽ വേട്ടയാടി നടക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ അവൻ സെറ്റിൽഡ് സൊസൈറ്റി ഉണ്ടാക്കി, അവിടെ അവൻ രാജ്യങ്ങളുണ്ടാക്കി, സിവിലൈസേഷൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അവൻ കാർഷിക വ്യവസ്ഥ കണ്ടുപിടിച്ചു. ഹണ്ടർ ഗാദറായിട്ട് നടക്കാതെ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ പഠിച്ചു. പിന്നെയാണ് പൊളിറ്റിക്സ് ഉണ്ടായി, മക്യവെല്യൻ റൂളർ ഉണ്ടായത്. അങ്ങനെ അവസാനം ഇത് കൺട്രോൾ വിടുമ്പോൾ സംഹരിക്കപ്പെടും എന്നാണ് ഡാർവിൻ്റെ തിയറി. ഈ ഡാർവിൻ്റെ തിയറി ലോകത്തിൽ ആദ്യമായി പറയുന്നത് വേദവ്യാസൻ മഹത്തായ ശ്രീമദ് ഭാഗവതത്തിലാണ്. ഭൂമിയിൽ ആദ്യം ജീവൻ കടലിലുണ്ടായി. ആ കടലിലുണ്ടായ കാലഘട്ടമാണ് മത്സ്യാവതാരം എന്ന് പറയുന്ന മത്സ്യരൂപത്തിൽ ജീവൻ നിലനിൽക്കുന്ന കാലഘട്ടം. രണ്ടാമത് കരയിലും കടലിലും ജീവിക്കാൻ പറ്റിയ മൃഗങ്ങൾ, അതാണ് കൂർമാവതാരം. ആമ വെള്ളത്തിൽ ജീവിക്കാൻ പറ്റും, കരയിലും ജീവിക്കാൻ പറ്റും. പിന്നെ കരയിൽ മാത്രം ജീവിക്കുന്ന ജീവജാലം, അതാണ് വരാഹം. അത് കഴിഞ്ഞാൽ പിന്നെ നരസിംഹം, പകുതി മൃഗവും പകുതി മനുഷ്യനുമായ ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ്
മനുഷ്യൻ പണ്ട് നീളമില്ലാത്ത പിഗ്മീസായിരുന്നു. ആ കാലഘട്ടമാണ് വാമനൻ എന്ന് പറഞ്ഞ നീളം കുറഞ്ഞ മനുഷ്യൻ്റെ കാലഘട്ടം. പിന്നൊരു 18,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി. ആ മ്യൂട്ടേഷനിലൂടെയാണ് മനുഷ്യൻ 6 അടി പൊക്കമുള്ള മനുഷ്യനായി മാറുന്നത്. ആ സമയത്ത് ഹണ്ടർ ഗാദർ സ്റ്റേജ് ഉണ്ടായി. അതാണ് മഴുവേന്തി നടക്കുന്ന പരശുരാമൻ്റെ കാലഘട്ടം. അത് കഴിഞ്ഞ് മനുഷ്യരൊരു സ്ഥലത്ത് താമസിച്ച് പട്ടണങ്ങളൊക്കെ ഉണ്ടാക്കി അവൻ ജീവിക്കാൻ തുടങ്ങി. അതാണ് ശ്രീരാമൻ അയോധ്യയിൽ സ്ഥാപിച്ചെടുത്ത പ്രശസ്തമായ സെറ്റിൽഡ് സൊസൈറ്റിയും അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കിയ കാലഘട്ടം. അത് കഴിഞ്ഞ് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് കായികങ്ങൾ പഠിച്ച് ജീവിച്ചൊരു മനുഷ്യൻ അവൻ ഭൂമിയിൽ കൃഷി ചെയ്തിട്ട് ഒരു സ്ഥലത്ത് താമസിച്ച് ആ കൃഷിയിൽ നിന്ന് വിഭവങ്ങൾ സ്വീകരിച്ച് ജീവിക്കാൻ തുടങ്ങി. അതാണ് കലപ്പേന്ത്യ കർഷകനായ ബലരാമൻ്റെ കാലഘട്ടം. പിന്നെ മനുഷ്യൻ മക്യവല്യൻ റൂളറായി മാറി. ആ കാലഘട്ടമാണ് പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണൻ. ഇനി അവസാനം മനുഷ്യൻ കൺട്രോൾ വിടും. അവൻ ലോകമൊക്കെ നശിപ്പിക്കുന്ന പരുവാകുമ്പം അവസാനം ഭഗവാൻ വരും കൽക്കിയുടെ രൂപത്തിൽ. എന്നിട്ട് ഇവനെയൊക്കെ വൈൽഡ് എലിമെൻസിനെയൊക്കെ സംഹരിച്ച ശേഷം പ്രോപ്പർ സൊസൈറ്റി സ്ഥാപിച്ചെടുക്കും. അപ്പോൾ ഡാർവിൻ പരിണാമസിദ്ധാന്തം പറയുന്നതിന് ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പാണ് വേദവ്യാസൻ അതേ പരിണാമസിദ്ധാന്തം നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ ദശാവതാര കഥയിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ ഓരോ അവതാരവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഏറ്റവും ആദ്യത്തെ അവതാരം മത്സ്യാവതാരമാണ്. വെള്ളത്തിൽ ജീവനുണ്ടായ ഒരു കാലഘട്ടം. അവിടെ ഭൂമിയിൽ ഈ വെള്ളം മനുഷ്യന് സഹായകരമാണ്. പക്ഷേ ആ വെള്ളം ഭയങ്കര നാശം ഉണ്ടാക്കും. അങ്ങനെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവും. ആ വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോൾ സിവിലൈസേഷൻസ് തന്നെ നശിച്ച് അങ്ങ് പോവും. ആ സമയത്ത് രക്ഷകനായ ഒരു ഈശ്വര സങ്കല്പം വരുമ്പോൾ ചിലപ്പോൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ആ സംസ്കാരം മുഴുവൻ തകർന്ന് തരിപ്പണമായി പോകും. അങ്ങനെയുള്ള വലിയ ജലപ്രളയത്തിൻ്റെ കഥ പറയുന്നതാണ് മനു വരുന്ന, മനുഷ്യരുടെ ഉത്ഭവം കുറിക്കുന്ന മനു വരുന്ന കാലത്ത് സംഭവിച്ച മത്സ്യാവതാരം. നമ്മുടെ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പറയുന്ന ഈ മനുവിൻ്റെ കഥ അതേ രൂപത്തിൽ മറ്റു സംസ്കാരങ്ങൾ പറയുന്നുണ്ട്. ഈജിപ്തിൽ നൈൽ നദിയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നൈൽ നദിയിലെ വെള്ളത്തെ ഗതിതിരിച്ച് വിട്ട് ഒരു അഗ്രികൾച്ചർ സിവിലൈസേഷൻ ഉണ്ടാക്കിയ മഹാനായ രാജാവിൻ്റെ പേരാണ് ഫറോ മീൻസ് രാജകുമാരൻ. ഗ്രീസിൽ ഇതേ കഥയുണ്ട്. അവിടെ വളരെ പ്രശസ്തമായ വെള്ളപ്പൊക്കം ഉണ്ടായി. ജനസംഖ്യ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മീനോസ് എന്നൊരു രാജകുമാരൻ വന്നിട്ട് പെട്ടകം ഉണ്ടാക്കി മനുഷ്യനെ രക്ഷിക്കുകയാണ്. ഇതേ കഥ വേദപുസ്തകത്തിലുണ്ട്. യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന പഴയ നിയമത്തിൽ യഹൂദന്മാരതിനെ തോറാന്ന് വിളിക്കും, ഞങ്ങൾ ക്രിസ്ത്യാനികളതിനെ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എന്ന് വിളിക്കും, മുസ്ലിങ്ങളതിനെ തൗറാത്തെന്ന് വിളിക്കും. അതിനകത്ത് നൂ എന്ന ആൾ പെട്ടകം ഉണ്ടാക്കി മനുഷ്യരെ രക്ഷിക്കുന്ന കഥയാണ് പറയുന്നത്. ഈ കഥകളിലെല്ലാം ഉള്ള പ്രത്യേകത ഒരേ 2 വാക്കുകളാണ് വരുന്നത്. നമുക്ക് മനു ഈജിപ്തിൽ മീൻസ്, ഗ്രീസിൽ മീനോസ്, വേദപുസ്തകത്തിൽ നൂ, എല്ലാം മായും നായും ചേർന്ന വാക്കുകളാണ്. അതിൻ്റെ അർത്ഥം റിവർ വാലി സിവിലൈസേഷൻസിലെ വലിയ പ്രളയത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന അത്ഭുതത്തിൻ്റെ കഥയാണ് ഈ മത്സ്യാവതാരത്തിൽ പറയുന്ന കഥ. അത് ഭാരതീയമായ വേർഷനിൽ വരുമ്പോഴാണ് ശ്രീമദ് ഭാഗവതത്തിൽ നാം കാണുന്ന രീതിയിൽ ആയിത്തീരുന്നത്. അപ്പോൾ നമ്മുടെ മത്സ്യാവതാരത്തിൽ വലിയ പ്രളയമുണ്ടായി, ജീവജാലങ്ങൾ ചത്തൊടുങ്ങുകയാണ്. ആ വലിയ ജീവജാലങ്ങൾ ചത്തൊടുങ്ങുമ്പോൾ മത്സ്യാവതാരം ഉണ്ടായി. ആ മത്സ്യത്തിൻ്റെ കൊമ്പിലോട്ട് ബോട്ട് കെട്ടി മനു വെള്ളപ്പൊക്കത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുകയാണ്. ഈ കഥയുണ്ടാവുന്ന കാലത്ത് ഭാരതത്തിലൊരു വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തെ അമ്പരപ്പിച്ച ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഭാരതത്തിൽ. സൈന്ധവ നദീതര സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ലോകത്തിലെ ആദ്യ സംസ്കാരങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന സുമേറിയൻ സംസ്കാരത്തിന് ഒരു 5000 കൊല്ലവും, ബബലോൺ സംസ്കാരത്തിന് ഒരു 4500 കൊല്ലവും, ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് 4500 കൊല്ലമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഭാരതത്തിലെ സൈന്ധവ നദീതര സംസ്കാരം 7500 കൊല്ലം പഴക്കമുള്ളതാണ് ആർക്കിയോളജിക്കൽ എവിഡൻസ് അനുസരിച്ച്. അങ്ങനെയുള്ള വലിയ സംസ്കാരം നിലനിൽക്കുമ്പോൾ ശ്രദ്ധേയമായി ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് കഷ്ടിച്ച് ഒരു 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമായിരുന്നു. ബാബിലോണിയൻ സംസ്കാരവും സുമേറിയൻ സംസ്കാരവും തമിഴ്നാടിൻ്റെ അത്രയും സൈസിലുള്ളൊരു സ്ഥലത്തുണ്ടായിരുന്ന സംസ്കാരമാണ്. എന്നാൽ സൈന്ധവ നദീതര സംസ്കാരം അഫ്ഗാനിസ്ഥാൻ തൊട്ട് പാകിസ്ഥാൻ കടന്ന് രാജസ്ഥാനും പഞ്ചാബും ഉൾപ്പെട്ട് ഗുജറാത്ത് ഉൾപ്പെട്ട് ബോംബെയുടെ അടുത്ത് വരെ ഉണ്ടായിരുന്നൊരു സംസ്കാരമാണ്.
50 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടന്ന ലോകത്തിൽ അന്നുണ്ടായിരുന്ന എല്ലാ സംസ്കാരങ്ങളും ഒത്തുവെച്ചാൽ പോലും സൈന്ധവ നദീ സംസ്കാരത്തിന് അടുത്തെത്താൻ പറ്റിയില്ല. അത്ര വിശാലമായ ഒരു സംസ്കാരമായിരുന്നു. 50 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടന്ന ഏതാണ്ട് 1 കോടിയോളം ആളുകൾ താമസിച്ചിരുന്ന 1800ഓളം പട്ടണങ്ങൾ കൂട്ടിപ്പിടിപ്പിച്ച അത്ഭുതകരമായൊരു സംസ്കാരം. ഈ സംസ്കാരം BC 1900 നടന്ന വലിയൊരു വെള്ളപ്പൊക്കത്തിൽ നശിപ്പിക്കപ്പെട്ടു. ആ വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ കാരണഭൂതമായി പറയുന്നത് BC 1900 നമ്മളിന്ന് ഗംഗാനദിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഭാഗീരഥൻ്റെ കഥയിൽ പറയുന്ന പ്രസിദ്ധമായൊരു സംഭവമുണ്ട്. ഭാഗീരഥൻ തപസ്സിരുന്ന് ഗംഗാനദിയെ ഗംഗാ സമുദ്രത്തെ കൊണ്ടുവന്നൊരു കഥ. ആക്ച്വലി ഈ ഗംഗാനദി പണ്ടൊഴുകിയിരുന്നത് സരസ്വതി നദിയുമായി കൂട്ടിപ്പിടിച്ച് പാകിസ്ഥാൻ സൈന്ധവ നദീ സംസ്കാരത്തിൻ്റെ സമതലം കടന്ന് നേരെ ഗുജറാത്തിൽ വന്ന് അങ്ങനെയാണ് അത് കടലിൽ ലയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഭാഗീരഥൻ്റെ യജ്ഞം നടത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗംഗാനദി ഒഴുകി വരുന്ന സ്ഥലത്ത് ഒരു പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി, വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, ഒരു വലിയ മല ഉയർന്നു വന്നു. ആ മല ഏതാണ്ട് 1800 അടി പൊക്കമുള്ളൊരു മലയായിരുന്നു. ആ മല ഗംഗാനദി വന്ന് അതിലടിച്ചിട്ട് ഗംഗാനദിയുടെ ഗതി ഇഞ്ഞ് തിരിഞ്ഞു. ആ ഗംഗാനദിയിലെ വെള്ളം വരാതായപ്പം സരസ്വതി നദിയും ഹക്രായും ഗഗറും 3 നദികൾ വറ്റിപ്പോയി. ഈ 3 നദികൾ വറ്റിപ്പോയപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ മരിച്ചു. ഇൻഡസ് വാലി സിവിലൈസേഷൻ രക്ഷിക്കാൻ പറ്റിയില്ല. ആ വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ രേഖകൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഹാരപ്പായാണേലും മോഹൻജദാരോണേലും അവിടെ നിന്ന് കാണാൻ പറ്റും. ആ വലിയ വെള്ളപ്പൊക്കത്തിലാണ് മോഹൻജദാരോയിലെ ആളുകൾ, 100 കണക്കിന് ആളുകൾ മരിക്കുന്ന സംഭവം. ഈ ഹാരപ്പായാണ് മെലൂഹ എന്നറിയപ്പെട്ടിരുന്നത്. ഈ മെലൂഹയിലെ ജനങ്ങൾ ബാബിലോണിലും ഒക്കെ ജീവിച്ചിരുന്നു. അതിൽ കുവൈറ്റ് എന്ന് പറയുന്ന പ്രസിദ്ധമായി ഇപ്പോൾ നമ്മൾ പ്രധാനമന്ത്രി പോയിരിക്കുന്ന സ്ഥലം, അവിടെ ഡിൽമുൻ എന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ ഡിൽമുനിൽ ഹാരപ്പായിലെ മെലൂഹയിലെ രാജകുമാരൻ ചെല്ലുന്നതും ഒക്കെ ഡിൽമുനിലെ രേഖകൾ നമുക്ക് 50 കൊല്ലത്തിന് മുമ്പ് കിട്ടുകയുണ്ടായി. അങ്ങനെ മെലൂഹയിൽ താമസിക്കുന്ന ജനത്തെ മെലൂഹ കച്ച എന്ന് വിളിച്ചു. അങ്ങനെയാണ് മളേച്ഛ എന്നൊരു വാക്ക് ഹിന്ദിയിലും മറ്റു ഭാഷകളിലൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ സൈന്ധവ സംസ്കാരം നശിച്ച വെള്ളപ്പൊക്കവും നദി വറ്റുന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു ചരിത്രം മനുഷ്യ മനസ്സിലുള്ള സമയത്താണ് വേദവ്യാസൻ മത്സ്യാവതാരത്തിൻ്റെ കഥ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ നദികളെ നമ്മൾ രക്ഷിച്ചാൽ നദികൾ നമ്മളെ രക്ഷിക്കും. സൈന്ധവ നദിയുടെ സംസ്കാരത്തിലെ ഇൻഡസ് സരസ്വതി സംസ്കാരം, അവർ സിന്ധു നദിയെ സംസ്കാരിച്ചു. അവർ നദികളിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുളങ്ങളുണ്ടാക്കി, ആ കുളത്തിൽ ജപം ചെയ്തു, ആരാധന ചെയ്തു, അങ്ങനെ അവർ ഭംഗിയായിട്ട് ജീവിച്ചിരുന്നു. പക്ഷേ ആ നദിയെ സംരക്ഷിക്കാനോ അതിൻ്റെ ബണ്ട് കെട്ടാനോ കഴിയാതായപ്പോൾ സംഗതി നശിച്ചുപോയി. അവർ നല്ല വീടുകളുണ്ടാക്കി. ആ വീടിനകത്തുള്ള വേസ്റ്റ് വാട്ടർ തിരിച്ചവർ നദിയിലേക്ക് തന്നെ തിരിച്ചു വിട്ടു. ഇന്ത്യക്കാർ സൈന്ധവ നദിയുടെ സംസ്കാരങ്ങളുടെ സന്ധി വരുമില്ല എന്നുള്ളൊരു തർക്കവുമില്ല. നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ അത് തന്നെയാണ്, നദിയിലോട്ട് വേസ്റ്റ് വാട്ടർ മുഴുവൻ കയറ്റി വിട്ടുകളെ. അങ്ങനെ നദിയുടെ സംസ്കാരം തകരുകയാണ്. ആ നദിയുടെ സംസ്കാരം തകരാതിരിക്കണമെങ്കിൽ നമുക്ക് നദിയെ സംരക്ഷിക്കാൻ പറ്റണം, ജലത്തെ സംരക്ഷിക്കാൻ പറ്റണം. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാതെ നമ്മുടെ നദികളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. കണ്ടൽക്കാടുകളെ നശിപ്പിക്കരുത്. ഇത് കൃത്യമായി നമ്മളോട് പറഞ്ഞു തരികയാണ് ഈ മത്സ്യാവതാരത്തിൻ്റെ കഥകളിലൂടെ. നദിയിലെ സമ്പത്തും കടലിലെ സമ്പത്തും എങ്ങനെ സംരക്ഷിക്കണം. ഭാഗ്യവശാൽ ഇന്ത്യയെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് നമ്മുടെ കടലിനടിയിലാണ്. ഡീപ് സീ മൈനിങ് എന്ന വലിയ പ്രോസസ്സിലൂടെ ബേ ഓഫ് ബംഗാളിലെയും അറേബ്യൻ കടലിലെയും കടലിനടിയിൽ മുങ്ങിയാൽ ഇന്ത്യയുടെ ആകെ സമ്പത്തിൻ്റെ 100 ഇരട്ടിയിലേറെ സമ്പത്താണ് ഡീപ് സീ മൈനിങ്ങിനകത്ത് അടിയിൽ കിടക്കുന്നത്. നമ്മുടെ എല്ലാ ഖനികളിലൂടെ കിട്ടുന്നതിനേക്കാൾ കൂടുതലുള്ള മാംഗനീസോ കോളോ കോയിലോ ഒക്കെ ഈ കടലിനടിയിൽ കിടക്കുന്നു ശാസ്ത്രം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മനുവിൻ്റെ സമയത്തുണ്ടായ മത്സ്യാവതാരം എങ്ങനെയാണ് സിവിലൈസേഷനെ കൊല്ലുന്നത്, എങ്ങനെയാണ് സിവിലൈസേഷൻ രക്ഷിക്കാൻ പറ്റുക, മനു ചെയ്ത പോലെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മുടെ നദികളെയും നമ്മുടെ കടലുകളെയും നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ, അതോ പ്രകൃതിയെ നശിപ്പിച്ച് നമ്മൾ തന്നെ നമ്മുടെ അന്ത്യം കുറിക്കണമോ എന്ന വ്യക്തമായ പാഠമാണ് മത്സ്യാവതാര കഥയിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ അവതാരം കൂർമാവതാരമാണ്. ആമയായിട്ട് ജനിക്കുകയാണ്. ആമ സ്ഥിരോത്സാഹത്തിൻ്റെ ഒരു മൃഗമാണ്. നമ്മളെല്ലാം ചെറുപ്പത്തിൽ പഠിച്ചൊരു കഥയുണ്ട്. മുയലും ആമയും കൂടെ മത്സരിക്കാൻ പോയി. മുയൽ ഒറ്റ ഓട്ടം 100 മീറ്റർ ഓടി. അവൻ സുഖമായിട്ട് തിരിഞ്ഞു നോക്കി. ആമ പതുക്കെ വരികയാണ്. അവൻ കയറി കിടന്നുറങ്ങി.
ആമ പതുക്കെ ടക്ക നമ്മൾ നടന്നു വന്നിട്ട് മത്സരം ജയിച്ചു എന്നൊരു കഥ. ഈ കഥ ശാസ്ത്രീയമായി സത്യമാണ്. മുയലും ആമയും കൂടെ ഓടിയാൽ ആമ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. മുയലിന് ഒരു 100-200 മീറ്റേഴ്സ് കൂടുതൽ ഓടാൻ പറ്റിയില്ല. അതൊരു കോൾഡ് ബ്ലഡുള്ള ആനിമലാണ്. അതുകൊണ്ട് തന്നെ അതിന് ശ്വസിക്കാൻ പറ്റത്തില്ല. 200 മീറ്റർ പോയി കഴിഞ്ഞാൽ മുയൽ റെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മുയൽ ചത്തുപോകും. അപ്പോൾ മുയലിനെ ഈശ്വരൻ സൃഷ്ടിച്ച ഒരു കുഴപ്പം കൊണ്ടാണ് മുയലിന് ഈ രീതിയിൽ ഓടി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. ആമയ്ക്ക് ഈശ്വരൻ കൊടുത്തൊരു കഴിവുണ്ട്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ആമയ്ക്ക് ഒരു സമയം 500 കിലോമീറ്റർ വരെ നടന്നു പോകാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഭൂമിയിൽ ന്യൂക്ലിയർ വാർ, ആറ്റമിക് വാർ ഉണ്ടായാൽ രക്ഷപ്പെടുന്ന 2 ജീവികളിലൊന്ന് ആമയും ഒന്ന് പാറ്റയാണ്. ഇത് രണ്ടും ഒരു ന്യൂക്ലിയർ വാറിലും പോവുകയില്ല. അതിൻ്റെ ശരീരത്തിൽ ദൈവം ഉണ്ടാക്കിച്ചതിന് കളിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആമ വിച്ച് ക്യാൻ ഈവൻ സർവൈവ് എ ന്യൂക്ലിയർ അറ്റാക്ക്, ആ ആമയാണ് 2ാമത്തെ അവതാരത്തിലെടുക്കുന്നത്. ആമ എന്തിനാണ് കൊണ്ടുവരുന്നത്? വലിയൊരു കാര്യം ചെയ്യാനാണ്. പാലാഴി മഥനം ചെയ്യാൻ പോവാണ്. മന്ദര പർവ്വതത്തെ കറക്കണം, പാമ്പിനെ എടുത്ത് ചുറ്റിയും കറക്കണം. കറക്കുമ്പോൾ ഇതെവിടെയിലോട്ട് നിൽക്കണ്ടേ? ഉറച്ചു നിൽക്കുന്ന പാറ കറക്കാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ കൂർമാവതാരം പറഞ്ഞു, എൻ്റെ മുകളിലോട്ട് ഈ പാറ വെക്കുക. മുകളിലോട്ട് പാറ വെച്ചു. എന്നിട്ട് പാമ്പിനെ ചുറ്റി ദേവമാനസരം കൊണ്ട് കറക്കാൻ തുടങ്ങി. അങ്ങനെ കറക്കിയപ്പോൾ പാലാഴി മഥനത്തിൻ്റെ അവസാനം അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ കൂർമാവതാരത്തിൽ ചെയ്യുന്ന 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്ന്, ആ പാലാഴി മഥനത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? 48 ഐറ്റമാണ് പൊങ്ങി വരുന്നത്. രക്തങ്ങൾ പൊങ്ങി വരുന്നത് പാലാഴി മഥനത്തിന് അവസാനമാണ്. ലക്ഷ്മി ദേവി പൊങ്ങി വരുന്നത് പാലാഴി മഥനത്തിന് അവസാനമാണ്. അമൃത് പൊങ്ങി വരുന്നത്, മരണത്തെ ജയിക്കാനുള്ള വിദ്യ പൊങ്ങി വരുന്നത് പാലാഴി മഥനത്തിന് അവസാനമാണ്. അപ്പോൾ വളരെ ശ്രദ്ധേയമായി മനുഷ്യൻ ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ അവൻ കായികമായി അധ്വാനം ചെയ്യണമെങ്കിൽ രക്ഷയില്ല. 2, മനുഷ്യൻ്റെ മനസ്സിനെ മതിക്കാൻ പറ്റിയിരിക്കണം. മന്മഥനം എന്ന് പറയും. മനസ്സിനെ മതിക്കാനൊരു മനുഷ്യന് പറ്റിയാൽ അവന് അത്ഭുതകരമായ കഴിവുണ്ടാവും. അവന് എഡ്യൂക്കേഷണൽ സക്സസ് ഉണ്ടാവും. അവൻ ഡിഗ്രികൾ എടുക്കാൻ പറ്റും. അവൻ വലിയ വലിയ സ്ഥാനത്ത് എത്തിച്ചേരും. അപ്പോൾ മനസ്സിനെ മഥനം ചെയ്യാൻ പറ്റിയിരിക്കണം. സൈക്കോളജിക്കൽ ടേണിങ് ഓഫ് ദ മൈൻഡ്, ശരീരം കൊണ്ട് പ്രകൃതിയെ മാറ്റാൻ പറ്റിയിരിക്കണം. അങ്ങനെയുള്ള വലിയൊരു മാറ്റത്തിൻ്റെ കഥ പറയുന്നു. പാലാഴി മഥനത്തിലെ അപൂർവമായ അച്ചീവ്മെൻറ്റ്സ് എല്ലാം വരുന്നത് ആ കഠിനാധ്വാനത്തിന് ശേഷമാണ്. എന്നാൽ ഈ പാലാഴി മഥനം നടക്കുമ്പോൾ ഈ കാളകൂട വിഷം ഛർദ്ദിച്ചു പാമ്പിൻ്റെ തലയിലും വാലിലും പിടിച്ച് കറക്കുകയാണ്, മലയുടെ ചുറ്റും ചുറ്റിയിട്ട്. അന്ന് നമ്മുടെ കേരളത്തിൽ പൊലിച്ച് കയറുണ്ടാക്കാനുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ കയറ് മതിയാണ്. അന്ന് കയറൊന്നുമില്ല. അതുകൊണ്ട് പാമ്പിനെ വെച്ച് ഇങ്ങനെ കറക്കാണ്. പാമ്പ് ഛർദ്ദിച്ചു. പാമ്പിൻ്റെ ആ വിഷം ഭൂമിയിൽ വീണാൽ ഭൂമി മുഴുവൻ നശിച്ചു. അപ്പോൾ പരമശിവൻ ആ വിഷം എടുത്തിട്ട് അങ്ങോട്ട് കുടിച്ചു. ഇപ്പോൾ പാർവതി ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ശരീരത്തിൽ ഞെക്കാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ട്. കൊങ്ങയ്ക്ക് പിടിച്ച ഒരൊറ്റ ഞെക്ക്. പരമശിവൻ മരണത്തിന് ദേവനാണ്. സ്വന്തം ഭാര്യയ്ക്ക് അറിഞ്ഞൂടെ പരമശിവൻ ആരാണ്. അതുകൊണ്ട് ഈ വിഷഹത്യ എന്നാൽ പരമശിവൻ മരിച്ചു പോകുമോ എന്ന് വിചാരിച്ചിട്ട് പാർവതി കയറി ഭാര്യമാർ പിടിക്കാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് കയറി ഒറ്റ ഞെക്കാണ്. അങ്ങനെ വിഷം അവിടെ നിന്ന് അങ്ങ് സോളിഡിഫൈ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ വള്ളത്തോൾ പരമശിവനെ വർണ്ണിക്കുമ്പോൾ നീലകണ്ഠനായതല്ലോ പരമശിവൻ, വിഷം ചെന്ന് നീലിച്ച് നിന്ന് നീലകണ്ഠനായി പരമശിവൻ. നമുക്ക് ഇൻഡസ്ട്രി ഉണ്ടാക്കാം. ആ ഇൻഡസ്ട്രിയിൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ അത് ലോകത്തെ നശിപ്പിക്കുന്ന പ്രോഡക്ട്സായി മാറാൻ പാടില്ല. MRF എന്നൊരു ഫാക്ടറി ഉണ്ടാക്കി കോട്ടയത്ത്. അത് വമിച്ചുകൊണ്ടിരുന്ന വിഷം കോട്ടയം ജില്ലയിലെ മുഴുവൻ മനുഷ്യരെ കൊല്ലാൻ പര്യാപ്ത ഒരു വിഷമായിരുന്നു. തടഞ്ഞു MRF? ഇല്ല. കേരള ഗവൺമെൻറ് തടയാൻ പറ്റുമോ? ഇല്ല. ലോകത്താർക്കും തടയാൻ പറ്റിയില്ല. ആ ഫാക്ടറി തന്നെത്താൻ നഷ്ടം പറ്റി നശിച്ചുപോയി. പുല്ലൂർ പേപ്പർ ഫാക്ടറി ഉണ്ടാക്കി. പുല്ലൂർ പേപ്പർ ഫാക്ടറിയിൽ വിഷം കല്ലടയാട്ടോട്ട് അങ്ങോട്ട് ഒഴുക്കാൻ തുടങ്ങി. മലമുകളിലേക്ക് കിട്ടുള്ളൂ ഈറ. അതിനാണ് മലമുകളിൽ കൊണ്ട് ഫാക്ടറി വെച്ചത്. ആ വേസ്റ്റ് പ്രോഡക്റ്റ് കറുത്ത വെള്ളമായിട്ട് കല്ലടയാറ്റിലോട്ട് ഒഴുകി. ആ കല്ലടയാറ് മുഴുവൻ വിഷലിപ്തമായി. മനുഷ്യർക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ വയ്യ. ആ വെള്ളം കിണറ്റി വന്നത് കുടിച്ചാൽ മനുഷ്യന് വയറിളക്കം ഛർദ്ദിലുമായി. ആർക്കെങ്കിലും ഫാക്ടറിയെ തടയാൻ പറ്റുമോ? പറ്റിയില്ല. അത് 10-40 വർഷം വിഷം വമിച്ചു. അവസാനം ആ ഫാക്ടറിയിൽ സമരമുണ്ടായി. ഫാക്ടറി തന്നെത്താൻ പൂട്ടി. മൗറൻസ് ഉണ്ടാക്കി. വിഷമുണ്ടാക്കിയ കലായിപ്പുഴ മുഴുവൻ നശിപ്പിച്ചു. സുന്ദരമായ കലായിപ്പുഴ, എത്ര സുന്ദരമായ വെള്ളം ഉണ്ടായിരുന്ന ആറാണ്. അത് മുഴുവൻ നശിപ്പിച്ച് കല്ലായിപ്പുഴ
നമ്മുടെ സിനിമാ ഗാനങ്ങളിൽ വാഴ്ത്തിപ്പാടിയ കല്ലായിപ്പുഴ വിഷം ഒഴുകുന്ന ഒരു പുഴയായി മാറി. അവസാനം ഈറയുടെ വില കൂടി തൊഴിലാളികൾ സമരം ചെയ്ത് മാവൂർ റോയൺസ് പൂട്ടിപ്പോയി. ഇപ്പം നമ്മൾ ഡൽഹി ചെല്ലുകയാണ്. ശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ ഒരു 5 മിനിറ്റ് ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ചുമക്കാൻ തുടങ്ങും. കാരണം അന്തരീക്ഷം മുഴുവൻ വിഷലിപ്തമാണ്. ഹരിയാനയിലും പഞ്ചാബിലും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഗോതമ്പിൻ്റെയും അരിയുടെയും ഒക്കെ ഈ ഉമി അവർ കൂട്ടിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ പഞ്ചാബ്, ഹരിയാന, ഡൽഹി, വെസ്റ്റേൺ UP അവിടെ മുഴുവൻ അന്തരീക്ഷം മുഴുവൻ ഈ പുകയാണ്. ഈ ഉമിയിൽ നിന്ന് നമുക്ക് വളം ഉണ്ടാക്കാം. അത് പ്രൊക്യൂർ ചെയ്ത് വളമാക്കി മാറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? എത്ര വർഷമായി ഉമിയിട്ട് കത്തിക്കുകയാണ്. ഡൽഹി പട്ടണം ശ്വസിക്കാൻ വയ്യാതെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇരിക്കുകയല്ലേ? പരിഹാരമുണ്ടോ? പരിഹാരമില്ല. അപ്പോൾ ഈ കാളുകൂട വിഷം ഒരു നാച്ചുറൽ പ്രൊഡക്റ്റാണ്. ഈ പാമ്പിനെ ചുറ്റിയത് കറക്കില്ലെങ്കിൽ പലായതുണ്ടാവില്ല. എനി ഡെവലപ്മെൻ്റൽ ഇൻഡസ്ട്രി വിൽ ക്രിയേറ്റ് പോയ്സൺ. ആ പോയ്സണെ നമുക്ക് പോയ്സൺ അല്ലാതാക്കാൻ കഴിഞ്ഞിരിക്കണം. വി ഷുഡ് ബി ഏബിൾ ടു റീസ്ട്രക്ചർ ദ കോമ്പൗണ്ട്. പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു കോമ്പൗണ്ട്. അല്ലെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യണം. വിഷം ഉണ്ടാകുന്ന സാധനം അത് മുഴുവൻ പാട്ടക്കകത്താക്കി ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ ശ്രമിച്ചിരിക്കണം. ആറ്റോമിക് റിയാക്ടർ പ്രവർത്തിക്കും, നമുക്ക് കറണ്ട് കിട്ടും. പക്ഷേ ഈ ആറ്റോമിക് വേസ്റ്റ് പുറത്തു വന്നാൽ 2.5 ലക്ഷം വർഷം റേഡിയോ ആക്ടിവിറ്റി കാരണം മനുഷ്യൻ ചത്തുകൊണ്ടേയിരിക്കും, മൃഗങ്ങൾ ചത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആറ്റോമിക് റിയാക്ടർ ഉള്ളിടത്തെല്ലാം അവരെന്ത് ചെയ്യും? ആറ്റോമിക് വേസ്റ്റ് എടുത്തിട്ട്, യുറേനിയത്തിൻ്റെയും തോറിയത്തിൻ്റെയും വേസ്റ്റ് എടുത്തിട്ട് 8 അടി കനമുള്ള കോൺക്രീറ്റ് ടാബിനകത്താക്കി അടച്ച് ഭൂഗർഭ അറയെ കൊണ്ട് വെച്ചേക്കും. അതുണ്ടാവുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചാലോ? ചെർണോബിൽ പൊട്ടിത്തെറിച്ച പോലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് രോഗവും മരണവും ഒക്കെ ഉണ്ടായിത്തീരും. അപ്പോൾ വേസ്റ്റ് എല്ലാ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിയുടെയും ഭാഗമാണ്, എല്ലാ ഇൻഡസ്ട്രിയുടെയും ഭാഗമാണ് ആ വേസ്റ്റ്. ആ വേസ്റ്റിനെ ഒന്നുകിൽ നമ്മൾ കണ്ടെയ്ൻ ചെയ്യണം, പരമശിവൻ ചെയ്ത പോലെ തൊണ്ടയ്ക്ക് നീലകണ്ഠനായിട്ടത് കണ്ടെയ്ൻ ചെയ്യണം, അല്ലെങ്കിൽ മറ്റു മനുഷ്യർക്ക് ബോധമുണ്ടാകാത്ത രീതിയിൽ അത് മാറ്റിയിരിക്കണം. പക്ഷേ ഏതെങ്കിലും ആമ തൻ്റെ പുറം കാണിച്ചു കൊടുത്തിട്ട് ഈ മദനം നടത്തിയില്ലെങ്കിലോ നമുക്ക് അമൃതം ഉണ്ടാവില്ല, നമുക്ക് നവരത്നങ്ങളെ കിട്ടുകയില്ല, നമുക്ക് മഹാലക്ഷ്മിയെ കിട്ടുകയില്ല. ഇത് മനസ്സിലാക്കേണ്ട ഒരു കഥയാണ്. അപ്പോൾ 2ാമത്തെ അവതാരം കൂർമാവതാരം നമ്മെ പഠിപ്പിക്കുന്ന പാഠമുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പാഠം. 3ാമത്തെ അവതാരം വരാഹമാണ്, പന്നി. പന്നി വൃത്തികെട്ട ഒരു മൃഗമാണ്. പക്ഷേ ആ പന്നി ചെയ്യുന്ന ഒരു അത്ഭുതമുണ്ട്. ലോകത്തിൽ എവിടെയെങ്കിലും ബയോളജിക്കൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ പന്നി അത് ഭക്ഷിക്കും. ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. മനുഷ്യൻ തൊടാൻ അറയ്ക്കുന്ന വേസ്റ്റ് പന്നി കഴിക്കും. സിംഹമോ കരടിയോ കടുവയോ ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന് ആവശ്യമുള്ള തിന്നിട്ടങ്ങ് പോകും. ബാക്കിയുള്ള ശരീരം അവിടെ കിടന്ന് അഴുകും. പക്ഷേ പന്നി ഉണ്ടെങ്കിലോ പന്നിയ വേസ്റ്റ് മുഴുവൻ, കാട്ടുപട്ടികളും ഹയനായും ഈ പന്നിയാണ് ഈ ലോകം മുഴുവൻ പ്യൂരിഫൈ ചെയ്യുന്ന വേസ്റ്റിനെ തിന്ന് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പോൾ പന്നി വൃത്തികെട്ട മൃഗമാണ്, പക്ഷേ വൃത്തികളിൽ നമ്മളെ രക്ഷിക്കുന്ന മൃഗവും കൂടിയാണ്. അത് മനസ്സിലാക്കണം. ആ പന്നി വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം ചെയ്യാണ്. വേദങ്ങളെ അടിച്ചുകൊണ്ട് പോയി ഹയഗ്രീവൻ. അവൻ കൊണ്ട് ഇന്ന് ഭൂമിക്കടി കൊണ്ടൊരു സ്ഥലത്ത് കുഴിച്ചിട്ടു. അതിനെ പൊക്കിക്കൊണ്ടുവരണം. എവിടുന്ന് പൊക്കിക്കൊണ്ടുവരും? വരാഹം വന്ന് അവനവൻ്റെ തേറ്റ വെച്ചിട്ടത് പൊക്കി ഇനി മേളിൽ കൊണ്ടുവന്നു. ഗോളവും കൊണ്ടുവന്നു, വേദങ്ങളും കൊണ്ടുവന്നു. മനുഷ്യന് അറിവ് നേടണമെങ്കിൽ, ഇവിടെ വേദങ്ങളാണ് കൊണ്ടുവന്നത്, മനുഷ്യന് അറിവുണ്ടാവണമെങ്കിൽ അവൻ ലൈബ്രറിയിൽ പോയിരുന്ന് പുസ്തകം വായിക്കണം. അവൻ പോയിരുന്ന് ഗ്രന്ഥങ്ങൾ വായിക്കണം. മഹാന്മാർ എഴുതി വെച്ച പുസ്തകങ്ങൾ വായിക്കണം. ആ അറിവ് നമ്മളിലേക്ക് കിട്ടിയില്ലെങ്കിൽ സിവിലൈസേഷൻ എന്നൊരു സാധനം ഉണ്ടാവില്ല. ഇവിടെ വേദങ്ങൾ കൊണ്ടുവന്ന് വെള്ളത്തിനടി കുഴിച്ചു വെച്ചിരിക്കുകയാണ്. അവിടുന്ന് പോയി പൊക്കിക്കൊണ്ട് വരാൻ കഴിഞ്ഞത് പന്നിക്കാണ്. എന്നാൽ ഈ പന്നിയുടെ തേറ്റ സാധാരണ എന്താ ചെയ്യുന്നത്? പന്നിക്ക് ഒരാളിനെ എതിർക്കണമെങ്കിൽ പന്നി എന്ത് ചെയ്യും? പന്നി അങ്ങോട്ട് ചെന്നിട്ട് ഈ തലയങ്ങോട്ട് താക്കും. എന്നിട്ട് ഒരൊറ്റ കയറ്റാണ്. ഈ തേറ്റ ഒരൊറ്റ പൊക്കമൊക്കെ വയറിലോട്ടൊന്ന് കയറി അപ്പോഴേ മനുഷ്യനാലേ ചത്തു, ഏത് മൃഗങ്ങളും ചത്തു. അപ്പോൾ ആനയ്ക്ക് തല പൊക്കിയിട്ട് കൊമ്പ് വെച്ച് കൊത്തുകയാണ് ആനയുടെ പരിപാടി. സിംഹവും കടുവയെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് കടിച്ചു കൊല്ലുകയാണ്. കുതിരയ്ക്ക് മുന്നും കൂടെ അറ്റാക്ക് ചെയ്യാൻ നോക്കത്തില്ല. അവൻ എബോട്ടാണ് അടിച്ചിട്ട് കാല് വെച്ചൊരൊറ്റ തൊഴി ഒഴിക്കും.
ഒരുതപ്പെട്ട ഒരു മൃഗവും ജീവനോട് ബാക്കി ഉണ്ടാവില്ല. കുതിരയുടെ ഒരു തൊഴി കിട്ടിയാൽ അതിൻ്റെ അറ്റാക്ക് കൊടുക്കാനുള്ള ആയുധം കൊടുത്തത് പുറകിലാണ്, ആനയെ കൊടുത്തത് ഫ്രണ്ടിലാണ്, സിംഹത്തിനും മൃഗത്തിനും കൊടുത്തത് വായ്ക്കകത്താണ്. എന്നാൽ പന്നിക്കൊരായുധം കൊടുത്തിരിക്കുകയാണ്, വായ്ക്കകത്താണ്. ആ പല്ലിങ്ങനെ പൊങ്ങി വന്നിരിക്കുകയാണ്. അത് കൊണ്ടുവന്നിട്ട് അവൻ വിനയത്തോടുകൂടി തലയെ കൊണ്ട് താത്തിട്ട് ഈ തേറ്റ വെച്ചൊരൊറ്റ പൊക്കാണ് പന്നിയുടെ അറ്റാക്ക്. അപ്പോൾ പന്നിക്കൊരാളെ കൊല്ലാൻ വേണ്ടി കൊടുത്ത തേറ്റയാണ്. ആ തേറ്റ കൊണ്ട് പന്നി ചെയ്തതെന്താണ്? അതേ പൊക്കുന്ന പരിപാടി വേദങ്ങളെ രക്ഷിക്കാൻ, ഭൂഗോളത്തെ രക്ഷിക്കാൻ അത്ഭുതമായി ഉപയോഗിച്ചിരിക്കുകയാണ്. ഓരോ മനുഷ്യനും, നിങ്ങൾക്കും എനിക്കും ഈശ്വരൻ ചില ആയുധങ്ങൾ തന്നിട്ടുണ്ട്. ഗുണത്തിന് ഉപയോഗിക്കാം, ദോഷത്തിന് ഉപയോഗിക്കാം. പുസ്തകം വായിച്ച് അറിവുണ്ടാക്കി, പുസ്തകം ഉണ്ടാക്കി ലോകത്തെ അറിവിലേക്ക് ഉയർത്താം. അതേ അറിവ് ഉപയോഗിച്ച് ആറ്റം ബോംബ് ഉണ്ടാക്കാം. അതേ അറിവ് ഉപയോഗിച്ച് മനുഷ്യനെ കൊല്ലുന്ന ബോംബുകൾ ഉണ്ടാക്കാം. അതേ അറിവ് ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റുന്ന എത്രയോ വെപ്പൺസ് കണ്ടെത്താൻ പറ്റും. ഒരേ ആയുധമാണ്. ഗുണത്തിന് ഉപയോഗിക്കാം, ദോഷത്തിന് ഉപയോഗിക്കാം. നല്ല ആരോഗ്യമുള്ളൊരു ശരീരം, അവൻ ആ ശരീരം കൊണ്ട് അധ്വാനിച്ച് അവൻ്റെ കുടുംബത്തെ പോറ്റി സമ്പൽ സമൃദ്ധിയിൽ നയിക്കാം. അതേ ആരോഗ്യം വേറൊരുത്തൻ ഗുണ്ടയായിട്ട് നാട്ടുകാരെ തല്ലാൻ വേണ്ടി ഉപയോഗിക്കും, വേറൊരുത്തൻ പിച്ചാത്തിയെടുത്ത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കും. ഇത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ വരാഹാവതാരം നമ്മളെ പഠിപ്പിക്കുന്നു, ഈശ്വരൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ. വരാഹത്തിന് കൊടുത്ത തേറ്റ ഗുണത്തിന് ഉപയോഗിക്കാം, ദോഷത്തിന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഈശ്വരൻ തന്ന കഴിവ് തന്ന് കണ്ടെത്തി ആ കഴിവ് പോസിറ്റീവ് ഉപയോഗിക്കണം, എങ്കിലേ പറ്റുള്ളൂ. പലപ്പോഴും മനുഷ്യൻ്റെ വലിയ നിക്ഷേപങ്ങളൊക്കെ ഈശ്വരൻ തന്നിരിക്കുന്നത് കാണത്തക്ക ദൂരത്തിലൊന്നുമല്ല. ഇപ്പോൾ അറബി ദേശം ലോകത്തിലെ സമ്പൽ സമൃദ്ധമായ ദേശമാക്കി. എവിടെ ദൈവം കൊണ്ട് വച്ചിരിക്കുന്നത്? ഭൂമിക്കടിയിൽ 4000 അടി 8000 അടി കുഴിച്ച് തന്നാലേ ഈ എണ്ണ കിട്ടത്തുള്ളൂ. ഓയിൽ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് കിട്ടുള്ളൂ. ഇപ്പോൾ ഖത്തർ ലോകത്തിൽ വലിയ പണമുള്ള രാജ്യമാക്കി. എവിടെ ഈശ്വരൻ കൊണ്ട് നിക്ഷേപം വെച്ചിരുന്നത്? ഖത്തറിൻ്റെ അവിടുന്ന് ഒരു 4000 അടി കുഴിച്ച് ഭൂമിക്കടി ചെല്ലുമ്പോഴാണ് ഒരു 150 കൊല്ലം ഉപയോഗിക്കാൻ പറ്റിയ നാച്ചുറൽ ഗ്യാസ് ഇരിക്കുന്നത്. നാച്ചുറൽ ഗ്യാസ് ചുമ്മാ കുത്തി കൊടുത്താൽ ഗ്യാസിന് പുറത്തോട്ട് വരും. അത് ലോകം മുഴുവൻ വിറ്റിട്ട് ഖത്തർ ലോകപ്രസിദ്ധമായി. നമ്മളെ മഹത്തരമാക്കാനുള്ള വലിയ നിക്ഷേപങ്ങളൊക്കെ ദൈവം നമ്മൾ കാണത്തക്ക രൂപത്തിലല്ല, നമ്മുടെ ബെഡ്റൂമിലല്ല കൊണ്ട് വെക്കുന്നത്. അത് ഭൂമിക്കടിയിലാണെങ്കിൽ ഭൂമിക്കടിയിൽ, ആകാശഗോളങ്ങൾക്കപ്പുറത്താണെങ്കിൽ അവിടെ. അത് വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തി അത് പോയി എടുക്കണം. വരാഹം കാണിച്ച പോലെ വെള്ളത്തിനടിയിൽ പോയി വേദങ്ങളെ പൊക്കി ഗോളങ്ങളെ പൊക്കി നമുക്ക് കൊണ്ട് തന്നു. ആ വരാഹം ചെയ്യുന്ന പോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിനെ ഉപയോഗിച്ച് പ്രകൃതിയെ ചൂഷണം ചെയ്ത് സമ്പത്ത് നേടിയെടുക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് വരാഹം. ഇനി ആ വരാഹം ഇന്ന് ലോകത്തിൽ സ്വർണത്തിൻ്റെ പര്യായമാണ്. അറബി ഭാഷയിലും സിറിയക്കിലും അറബിക് ഭാഷയിലും സ്വർണത്തിന് പറയുന്ന പേര് വരാഹൻ എന്നാണ്. എങ്ങനെയാണ് ഈ പന്നിയുടെ പേര് സ്വർണത്തിന് വന്നത്? രാഷ്ട്രകൂട രാജവംശം ഉണ്ടായിരുന്നു, മഹാരാഷ്ട്ര കർണാടക ഭരിച്ച രാജവംശം. അവർ ദശാവതാരത്തിലെ 3ാമത്തെ അവതാരമായ വരാഹത്തിൻ്റെ ഉപാസകരായിരുന്നു. അതുകൊണ്ട് അവരിറക്കുന്ന എല്ലാ സ്വർണ്ണ നാണയത്തിൻ്റെയും ഒരു സൈഡിൽ രാജാവിൻ്റെ പടം, മറ്റേ സൈഡിൽ ഒരു പന്നിയുടെ പടം. വരാഹത്തിൻ്റെ പടമുള്ളതുകൊണ്ട് സ്വർണ്ണ നാണയത്തെ ഇന്ത്യക്കാർ വിളിച്ച പേരാണ് വരാഹൻ. വിഷ്ണുവിൻ്റെ ദശാവതാരത്തിലെ 3ാമത്തെ അവതാരത്തെ ആരാധിക്കുന്ന രാഷ്ട്രകൂടന്മാരുടെ സ്വർണ്ണ നാണയമാണ്. അപ്പോൾ AD 2-ാം നൂറ്റാണ്ട് മുതൽ AD ഒരു 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് വരെ ഈ രാഷ്ട്രകൂട ഡൈനാസ്റ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൈനാസ്റ്റിയാണ്. പിന്നാണ് വിക്രമാദിത്യന്മാരെല്ലാം പിടിച്ച് കയറുന്നത്. ഈ സ്വർണ്ണ നാണയമാണ് നമ്മുടെ വിദേശ വ്യാപാരത്തിൻ്റെ ഭാഗമായി മധ്യേഷ്യയിൽ മുഴുവൻ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ സ്വർണം കാണുന്നത് ഈ നാണയമായിട്ടാണ്. അതിനെ ഇന്ത്യക്കാരെ വിളിച്ച പേര് വരാഹത്തിന് പേര് ചേർത്തിട്ടാണ്. അതുകൊണ്ട് സിറിയക് ഭാഷയിലും അറബി ഭാഷയിലും സ്വർണത്തിൻ്റെ പേര് വരാഹൻ എന്നാണ്. മുസ്ലിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു മൃഗമായി പന്നി കേട്ടോ. പക്ഷേ അതിൻ്റെ പേരിലാണ് അവൻ്റെ ഭാഷയിൽ സ്വർണത്തിന് പേര് വരുന്നത്. രസകരമായ പേരാണ്. അപ്പോൾ ഇന്ത്യ പണ്ട് വ്യാപാരത്തിൽ വലിയ ശ്രേഷ്ഠരായ ആൾക്കാരായിരുന്നു. അങ്ങനെ 3200 വർഷത്തിന് മുമ്പ് ഈജിപ്തിലെ ഫറോ രാംസെസ് രാജകുമാരൻ മരിച്ചു. അയാളുടെ മമ്മി കിട്ടി, അഴുകാത്ത ശരീരം. അപ്പോൾ അയാളുടെ മൂക്കിനകത്തും വായ്ക്കകത്തും ചെവിക്കകത്തും കുരുമുളക് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഈ കുരുമുളക് ഈ പ്രിസർവേറ്റീവാണ്, ശരീരം അഴുകാതിരിക്കാൻ ബെസ്റ്റ് സാധനമാണ്. അതിനാണ് ഈ പ്രിസർവേറ്റീവ് വെച്ചിരിക്കുന്നത്. ഈ രാജാവ് വളരെ ക്രൂരനായൊരു രാജാവായിരുന്നു. അതുകൊണ്ട് ചത്ത് കഴിഞ്ഞാൽ അവൻ അണ്ണാക്കിൽ ഇരിക്കട്ടാന്ന് പറഞ്ഞ് ഈ മുളകെല്ലാം കൂടെ അടിച്ച് കയറ്റിയാൽ നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെന്ന് വെച്ചാൽ ഈ സംഗതി മുളക് അയാളുടെ
കുരുമുളകയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചെവിയിൽ നിന്നെല്ലാം കിട്ടി. അപ്പോൾ ഇതിന് ഈജിപ്ഷ്യൻ ഭാഷ പറയുന്ന പേര് കറി എന്നാണ്. ഈജിപ്ഷ്യൻ ഭാഷയിൽ ഈ കുരുവിനെ വിളിക്കുന്ന പേര്. എവിടെ നിന്നാണ് ഈ കറി വന്നത്? കറി വന്നത് തമിഴ് ഭാഷയിൽ കുരുമുളകിൻ്റെ പേരാണ് കറി. അതുകൊണ്ടാണ് സംഘകാലകൃതിയിൽ പറയുന്നത് കറി ഏന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. ഇവിടുന്ന് കുരുമുളക് അങ്ങോട്ട് പോയാൽ തിരിച്ച് സ്വർണം തിരിച്ചു വരും. കറി ഏന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. ഇപ്പോൾ ഈ കറി എന്ന് പറയുന്ന തമിഴ് വാക്ക് ഇംഗ്ലീഷിലൊരു വാക്കാണ്. CURRY, മീൻ കറി, ഇറച്ചിക്കറി എന്ന് പറയും. അതായത് ലിക്വിഡ് ചേർത്തൊരു കുക്കിംഗ് ഉണ്ടാകുമ്പം അതിനകത്ത് ചേർക്കുന്ന ഈ പെപ്പറിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ കറി എന്നൊരു വാക്കുണ്ടായത്. കുരുമുളകിൻ്റെ തമിഴ് ഭാഷയിലുള്ള കറിയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ CURRY കറിയായി മാറിയത്. 3000 വർഷത്തിന് മുമ്പ് ശലോമോൻ രാജാവ് ജെറുസലേം ദേവാലയം പണിയാണ്. യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ വേദപുസ്തകത്തിൽ ഈ ദേവാലയം പണിയുന്നത് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം തർശീസ് കപ്പലുകളോട് ഓർഡർ ചെയ്തു ഈ സാധനങ്ങളെ കൊണ്ടുവരാൻ. തർശീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തുർവശർ എന്ന് പറയുന്ന കപ്പലോട്ടക്കാരുടെ ജനവിഭാഗമുണ്ട്. ഋഗ്വേദത്തിലൊക്കെ പറയുന്നുണ്ട് തുർവശരും യദുക്കളും ആ തുർവശരുടെ കപ്പലുകളാണ്. അതിനകത്ത് ഇത് കൊണ്ടുപോയി. അപ്പോൾ ശലോമോന് ഭഗവാൻ കൃഷ്ണനെ പോലെ മയിൽപ്പീലി വലിയ ഇഷ്ടമാണ്. അവിടെ ദേവാലയത്തിൻ്റെ പ്രധാന ഭാഗത്ത് മയിൽപ്പീലി കെട്ടിയിടാൻ പറഞ്ഞത്. ഈ മയിൽപ്പീലി ഇന്ത്യയിൽ നിന്ന് കൊടുത്തയച്ചു. ആ മയിൽപ്പീലിയെ സുറിയാനി വേദോസ്തത്തിൽ വിളിക്കുന്ന വാക്ക് തൂക്കി എന്നാണ്, TUKI. ഇത് തമിഴ് ഭാഷയിൽ ആൺമയിലിൻ്റെ പേരാണ്. തമിഴ് ഭാഷയിൽ ആൺമയിലിനെ വിളിക്കുന്ന പേര് തോകൈ. ഈ തോക എന്ന വാക്കാണ് വേദപുസ്തകത്തിൽ തൂക്കി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്, തൂക്കി. ശലോമോന് ഈ പൂജാദ്രവ്യങ്ങൾ വെക്കുന്ന മേശ ആനക്കൊമ്പ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താവണമെന്നൊരാഗ്രഹം. അപ്പം നടുക്ക് തടി, 4 സൈഡും ആനക്കൊമ്പ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ആനക്കൊമ്പ് ഇന്ത്യയിൽ നിന്ന് കൊടുങ്ങല്ലൂർ തുറമുഖത്ത് നമ്മൾ കയറ്റി അയക്കുന്നതാണ്. ഈ ആനക്കൊമ്പിനെ വേദപുസ്തകത്തിൽ വിളിച്ചിരിക്കുന്ന പേര് കാളഫ്, KLEPH. ഇത് സംസ്കൃത ഭാഷയിൽ ആനയുടെ പേരാണ് കളഫം. അതാണ് ഈ സുറിയാനി ഭാഷയിൽ കാളഫ് എന്നായത്. സുറിയാനി എന്നത് ഗ്രീസിൽ ചെന്നപ്പോൾ ഏലഫായി, അവിടുന്ന് ഇംഗ്ലീഷ് വന്നപ്പോൾ ഏലഫാൻഡം, വലിയ ഏലഫ്, അതാണ് എലിഫൻ്റ് എന്നൊരു വാക്കായി രൂപാന്തരപ്പെടുന്നത്. സംസ്കൃതത്തിൽ കളഫമാണ് ഈ എലിഫൻ്റ് എന്ന് ഇംഗ്ലീഷിൽ രൂപാന്തരപ്പെടുന്ന വാക്ക്. ശലോമോന് ഒരു മൃഗത്തിൻ്റെ വിക്രികളൊക്കെ ഈ നാവികർ വിവരിക്കുന്നത് കേട്ടപ്പോൾ അതൊന്ന് ആ മൃഗത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ കപ്പലിൽ ഈ മൃഗത്തെ കൊണ്ടുവന്നു. അതൊരു കുരങ്ങനായിരുന്നു. ഈ കുരങ്ങനെ വേദപുസ്തകത്തിൽ വിളിച്ചിരിക്കുന്ന വാക്ക് കഫി, KAPHI. ഇത് സംസ്കൃത ഭാഷയിൽ കുരങ്ങൻ്റെ പേരാണ് കപി. അതുകൊണ്ടാണ് നമ്മൾ ഹനുമാനെ കബീന്ദ്രൻ എന്ന് വിളിക്കുന്നത്. ആ കുരങ്ങൻ മലയാളിയായ കുരങ്ങനാണ്, ഇവിടുന്ന് കയറ്റഴിച്ച കുരങ്ങനാണ്. ഈ കുരങ്ങനാണ് ശലോമോൻ കഫി എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സംസ്കൃതത്തിൽ നിന്ന് തമിഴിലെ 32 വാക്കുകൾ വേദപുസ്തകത്തിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന വേദപുസ്തകത്തിൽ 32 വാക്കുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയം ആവർത്തന പുസ്തകത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ പര്യായപദം പറയാൻ പറഞ്ഞു. അങ്ങനെ യഹോവയായ ദൈവത്തിൻ്റെ 32 പര്യായപദങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതിൽ 16ാമത്തെ വാക്ക് ഓം. സനാതനധർമ്മം ഈശ്വരനെ വിളിച്ച ഓംകാര മന്ത്രമല്ലേ, അത് ഞങ്ങളുടെ വേദപുസ്തകത്തിൽ ഞങ്ങളുടെ ദൈവത്തെ വിളിക്കുന്ന 16ാമത്തെ പര്യായപദമാണ്. ഇതെല്ലാം എവിടെ നിന്ന് വന്നു? ഇവിടുന്ന് നമ്മൾ കപ്പൽ കയറ്റിയ സാധനമാണ്. അങ്ങനെ കപ്പൽ കയറ്റി അയക്കുമ്പോൾ അതിന് പകരം പ്രതിഫലമായി സ്വർണ്ണനാണയം തിരിച്ചു കൊണ്ടുവന്നു. ആ സ്വർണ്ണനാണയത്തിന് രാഷ്ട്രകൂടന്മാർ വിളിച്ചിരുന്ന പേര് വരാഹൻ. അതിന്ന് ഹീബ്രു ഭാഷയിലും അറബി ഭാഷയിലും സ്വർണത്തിൻ്റെ പേരായി മാറി. വിഷ്ണു ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹം ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരവതാരമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കണം. വരാഹം ചെയ്ത പോലെ നിഗൂഢമായി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് സമ്പത്ത് കുഴിച്ചോ അല്ലയോ കൊണ്ടുവരണം. ഓയിലുണ്ടെങ്കിൽ ഓയിൽ കൊണ്ടുവരണം, ഭൂമിക്കടിയിൽ നിന്ന് കൊണ്ടുവരണം. നമ്മുടെ നാച്ചുറൽ റിസോഴ്സിനെ നമ്മൾ ഉപയോഗിക്കണം. ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവം തമ്പുരാൻ ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സസ് തന്ന ഒരു സ്ഥലമാണ് കേരളം. പക്ഷെ നമ്മൾ ഉപയോഗിക്കുകയില്ല. നമ്മുടെ അതാണ് വലിയ കുഴപ്പം. കേരളത്തിന് ദൈവം തന്ന ഏറ്റവും വലിയൊരു അത്ഭുതമുണ്ട്. അത് വാർക്കാല ഡിപ്പോസിറ്റാണ്. നമ്മുടെ കൊളത്തൂർ തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ അവിടം തൊട്ട് ആറ്റിങ്ങൽ വഴി വർക്കല വഴി കറങ്ങി അങ്ങ് പുനലൂർ കൊളത്തൂപ്പുഴ വരെ കിടക്കുന്ന സാധനമാണ് ഈ വാർക്കാല ഡിപ്പോസിറ്റ്സ്. അത് മാത്രം കുഴിച്ചെടുത്താൽ $2 ലക്ഷം കോടി ഈക്വലൻ്റാണ്. കോട്ടൺ റാങ്കിങ്ങിൻ്റെ കണക്കാണ്. കേരളം ലോകത്തിലെ ഏറ്റവും സമ്പൽസമൃദ്ധമായ രാജ്യമായി മാറും. കുഴിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. ആകെ ഒരു ഫാക്ടറി തുടങ്ങി ഇംഗ്ലീഷ്. അവനെ ഇപ്പം നമ്മൾ സമരം ചെയ്ത് പൂട്ടിക്കഴിഞ്ഞു. ഈശ്വരൻ നമുക്ക് രണ്ടാമതൊരു വലിയ സാധനമുണ്ട്, ബ്ലാക്ക് സാൻഡ്.
ആലപ്പുഴ തൊട്ട് കൊല്ലം തൊട്ട് തീരമ്പഴ മണവാറക്കുളിച്ചി വരെ കിടക്കുന്ന ബ്ലാക്ക് സാൻഡ് 1,00,000 കോടി രൂപയ്ക്കുണ്ട്. 1,00,000 കോടി ഡോളറിനുണ്ടത്. തോറിയം, മോണോസൈറ്റ്, ഇൽമനൈറ്റ്, മഗ്നീഷ്യം, സിർക്കോണിയം ഉൾപ്പെടെയാണ്. ഈ നീണ്ടകര കിടക്കുന്ന കരിമണൽ മാത്രം എടുത്താൽ മതി. 150 വർഷത്തേക്ക് ഇന്ത്യക്ക് ആകെ ആവശ്യമുള്ള മുഴുവൻ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള തോറിയം അവിടെ ഇരിപ്പുണ്ട്. ആറ്റോമിക് ഡിപ്പോസിറ്റ് ആകാൻ തോറിയം തൊടാൻ പറ്റുമോ? ഓക്കെ, 1,00,000 തൊടാൻ വയ്ക്കാനാണ്. ആലപ്പുഴ പള്ളിപ്പുറം വൈറ്റ് സാൻഡുണ്ട്. 12 കിലോമീറ്റർ നീളം, 8 കിലോമീറ്റർ വീതിയിൽ വെള്ള മണലാണ്. അത് 99.93% പ്യൂർ സിലിക്കയാണ്. ലോകത്തുള്ളൊരിടത്തും അത്ര പ്യൂർ സിലിക്കയില്ല. അതെടുത്ത് വിറ്റാലുണ്ടല്ലോ 75,000 കോടി ഡോളറിനുള്ള സാധനമാണ് വൈറ്റ് സാൻഡ്. ഇപ്പോൾ കോഴിക്കോടിനപ്പുറത്ത് അയണൂർ കണ്ടെത്തി, ഇരുമ്പയിര് കണ്ടെത്തി. കോഴിക്കോട് നിന്നൊരു പട്ടണത്തിൻ്റെ 40 കിലോമീറ്റർ അപ്പുറം മുതൽ ഒരു 120 കിലോമീറ്റർ നീളത്തിൽ വയനാട് മലനിലകളുടെ ഒരു സൈഡ് മുഴുവൻ ഇരുമ്പയിരാണ്. അത് മാത്രം എടുത്ത് നമ്മൾ ഉപയോഗിച്ചാലുണ്ടല്ലോ കേരളം ലോകത്തിലെ സമ്പദ്സമൃദ്ധം. ജംഷഡ്പൂരിനേക്കാൾ വലിയൊരു അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി ഉണ്ടാക്കാൻ പറ്റും. തൊടാൻ പറ്റുമോ? ഞങ്ങളുടെ മലയെ തൊട്ട് പോരുന്ന വലിയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മനുഷ്യൻ്റെ കേരളത്തിൻ്റെ ഗതി. സ്വർണ്ണക്കരയുടെ പുറത്തിരിക്കുകയാണ് മലയാളിയെ, പക്ഷെ അവൻ ഒന്നിലും തൊടാതെ അവൻ സമരം ചെയ്യും. ഇതാണ് നമ്മുടെ കുഴപ്പം. വരാഹാവതാരം നമ്മളെ പഠിപ്പിക്കുന്നു. നിനക്ക് വേണ്ടിയ സ്വത്ത് മുഴുവൻ ഈ ഭൂമിക്കടി ഞാൻ തന്നിട്ടുണ്ട്. നീ വരാഹം ചെയ്ത പോലെ പോയി ഇത് എടുത്തുകൊണ്ട് വന്ന് ഉപയോഗിക്കണം, എങ്കിലേ പറ്റുള്ളൂ. വേദങ്ങളെപ്പോലെ അസാധ്യാന്യമായ സമ്പത്ത് ദൈവം തരുന്നത് എടുത്ത് വിനിയോഗിക്കണം. അതാണ് വരാഹാവതാരം നമ്മളെ പ്രകൃതി ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പഠിപ്പിക്കുകയാണ്. അടുത്തത് നരസിംഹമാണ്. നരസിംഹാവതാരം എന്ന് പറയുന്നത് ലോകത്തിലെ സംസ്കാരങ്ങൾ മുഴുവൻ ആഘോഷിച്ചിരുന്ന ഒരു സങ്കല്പമാണ്. ഈജിപ്തിലെ ഏറ്റവും വലിയൊരു സ്റ്റാച്യു ഉണ്ട്, സ്ഫിങ്സ് എന്ന് വിളിക്കുന്നത്. സ്ഫിങ്സ്, SPHINX, സ്ഫിങ്സ്. അവിടെ രാമസിസ് 2 രാജാവിൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമാണ്. 66 അടി പൊക്കമുള്ള വലിയ സ്റ്റാച്യു ആണ് സ്ഫിങ്സ്. ഇതേ ഈജിപ്തിലെ സംസ്കാരം ഇറാഖിൽ വന്നു, ഇറാഖിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ വന്നു, ഇറാനിൽ വന്നു. അവിടെ മുഴുവൻ ഇതിനെ വിളിക്കുന്ന സിംഹനരൻ, അതായത് സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള അവതാരമാണ് സിംഹനരൻ. ആ സിംഹനരൻ ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മളതിനെ നരസിംഹമാക്കി. സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള നരസിംഹം. അപ്പോൾ മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഈജിപ്തിലെ സ്ഫിങ്സ് കറങ്ങി വന്ന് ഇറാൻ, ഇറാഖ് വഴി അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ് ഇന്ത്യയിലെത്തിയപ്പോഴേക്കും അത് തിരിഞ്ഞു. സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ശരീരം. ഇന്ത്യയിൽ നിന്നാണ് ഇറാൻ വഴി ഈജിപ്തിൽ പോയതാണ് ഒരു തിയറി. ഇതെവിടെ നിന്നാണ് ആദ്യം ഉണ്ടായത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ വിശ്വസിക്കുന്നത് നരസിംഹമാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ ഈ നരസിംഹാവതാരത്തിൽ മൃഗത്തിൻ്റെയും മനുഷ്യൻ്റെയും ഗുണങ്ങൾ ഒത്തുചേർന്ന 4ാമത്തെ അവതാരമാണ്. എങ്ങനെയാണ് ഈ അവതാരം വരുന്നത്? പ്രഹ്ലാദൻ നാരായണ പക്ഷക്കാരനായി മാറി. എങ്ങനെയാണ് അവൻ നാരായണ പക്ഷക്കാരനായി മാറിയത്? ഹിരണ്യകശിപുവിൻ്റെ അപ്പൻ ഹിരണ്യായ നമ്മ എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ദേവന്മാർ എന്തെന്നറിയാമോ? ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കയാതു മുറ്റത്തിറങ്ങി ഉലാത്താൻ പോയി, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയെന്നാണ് പറയുന്നത്. പോകുന്ന വഴിക്ക് ദേവന്മാർ കയാതുവിനെ തട്ടിക്കൊണ്ടുപോയി. കയാതു ഗർഭിണിയായിരുന്നു, 3 മാസം. കയാതുവിനെ തട്ടിക്കൊണ്ടുപോയി നാരദ മുനിയുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. നാരദ മുനിയുടെ അവിടെ, നാരദ മുനി എന്നൊക്കെല്ലാം അറിയാമല്ലോ, എവിടെ പോയാലും നാരായണനമ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും നാരദൻ ഈ നാരായണനമ എന്ന് പറയുന്നത് വയറ്റിയിരുന്നുണ്ട്. ഈ പ്രഹ്ലാദൻ കേട്ടു. പ്രഹ്ലാദൻ കേട്ടിട്ട് പ്രഹ്ലാദൻ നാരായണനമ എന്ന് പറയാൻ പഠിച്ചു. പ്രസവിച്ചു വീണപ്പോഴേ നാരായണനമ എന്ന് പറഞ്ഞു. അപ്പോൾ ഗർഭത്തിലിരിക്കുമ്പോഴേ ഒരപ്പനും അമ്മയും ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് ഭാവിയിൽ ആരായിത്തീരണം നിശ്ചയിക്കാനായിട്ട് കഴിഞ്ഞിരിക്കണം. അതനുസരിച്ച് അപ്പനും അമ്മയും പെരുമാറണം. അഭിമന്യു ചക്രവ്യൂഹം വിളിക്കാൻ പഠിച്ചത് വയറ്റിടുന്നുകൊണ്ടാണെന്ന് മഹാഭാരതം. പ്രഹ്ലാദൻ നാരായണനമ എന്ന് പറയാൻ പഠിച്ചത് വയറ്റിടുന്നുകൊണ്ടാണെന്ന് ഭാഗവതം. അഷ്ടാവക്രൻ വയറ്റിയിരുന്നുകൊണ്ട് അപ്പം പറയുന്ന മന്ത്രം തെറ്റി പറഞ്ഞു. തന്ത എന്ത് ചെയ്തു? ഗർഭിണിയുടെ വയറ്റൊരു തൊഴിയങ്ങ് വെച്ചു കൊടുത്തു. അങ്ങനെ വയറ്റിയിരുന്ന അഷ്ടാവക്രൻ വളഞ്ഞ് ജനിച്ചുപോയി. ഭഗവത്ഗീത കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ ശേഖരിച്ചൊരു പുസ്തകമാണ് അഷ്ടാവക്രൻ എഴുതിയ അഷ്ടാവക്ര ഗീത. ഉഗ്രം പുസ്തകമാണ്. ഇതൊക്കെ പുരാണ കഥകളാണ്. പക്ഷേ ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു, നമ്മുടെ കുഞ്ഞ് വലിയ ആളായി തീരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ആ അപ്പനും അമ്മയും ഗർഭത്തിൽ കുഞ്ഞ് 90 ദിവസം ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം. 91-ാം ദിവസം മുതലാണ് ഭാവിയിലെ കുഞ്ഞിൻ്റെ തലച്ചോറ് വളരാനുള്ള സെൽ ഡിവിഷൻ തുടങ്ങുന്നത്. അന്ന് മുതൽ കുട്ടിയുടെ തലച്ചോറ് ഫോം ചെയ്യുന്ന കാലം തൊട്ട് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇംഗ്ലണ്ടിൽ നടന്നൊരു ഗവേഷണത്തിൽ ഓരോ ഗർഭിണി കിടന്ന മുറിയിൽ ഓരോ പാട്ട് ഓൺ ചെയ്തു വെച്ചിരുന്നു. ഗർഭിണി പ്രസവിച്ച് കഴിഞ്ഞ് എപ്പോഴെങ്കിലും കുഞ്ഞ് കരഞ്ഞാൽ കുഞ്ഞ് വയറ്റിൽ കിടന്ന സമയത്ത് വെച്ച പാട്ട് ഓൺ ചെയ്ത കുട്ടി അപ്പോഴേ കരച്ചിൽ നിർത്തും. ഇത് പണ്ടെവിടെയോ കേട്ടിട്ടുണ്ടല്ലോടാ ഇങ്ങനെ കുഞ്ഞിങ്ങനെ തല വെട്ടിക്കാം. എന്നാൽ വേറെ ഏത് പാട്ട് വെച്ചാലും കുട്ടി കരച്ചിൽ നിർത്തുകയില്ല. കാരണം കുട്ടി ഗർഭത്തിൽ കിടന്നുകൊണ്ട് ശബ്ദം കേട്ടു എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. മൊസാർട്ട് എന്ന വിശ്വപ്രസിദ്ധനായ സംഗീതജ്ഞൻ 6-ാമത്തെ വയസ്സിൽ പാട്ട് രചിച്ചു തുടങ്ങി. 36 വയസ്സായപ്പോഴും 6000-ത്തോളം ഗാനങ്ങൾ രചിച്ചു. മൊസാർട്ട് പറയുന്നു, ഞാൻ സംഗീതജ്ഞനാവാനുള്ള കാരണം ഞാൻ വയറ്റിൽ കിടന്ന 10 മാസവും എൻ്റെ അമ്മ വിയന്ന കത്തീഡ്രലിൽ സംഗീതം പഠിക്കുന്ന കൊയർ ഗ്രൂപ്പിൽ അംഗമായിരുന്നു. അമ്മ ഈ പാട്ട് പഠിക്കുന്ന കേട്ടിട്ടാണ് ഞാൻ പാട്ടുകാരനായെന്നാണ്. ഫ്രാൻസിൽ നടന്നൊരു ഗവേഷണത്തിൽ 200 ഗർഭിണികൾക്ക് ചതുര ഷേപ്പിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു. ആ സ്ത്രീകൾ ഗർഭാലയമൊക്കെ കഴിച്ചു കൂട്ടിയിട്ട് പ്രസവിച്ച് നോക്കിയപ്പം അപ്പൻ്റെ അമ്മയുടെയും മുഖച്ചായ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ മുഖത്തിനൊരു ചതുര ഷേപ്പ് ഫോം ചെയ്തു. വേറൊരു 200 ഗർഭിണികൾക്ക് ത്രികോണാകൃതിയിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു. ആ സ്ത്രീകൾ പ്രസവിച്ച് ശ്രദ്ധിച്ചപ്പോൾ അപ്പൻ്റെ അമ്മയുടെ മുഖച്ചായുണ്ട്, പക്ഷേ അതിനൊരു ത്രികോണാകൃതി ഫോം ചെയ്യുന്നതായിട്ട് കണ്ടു. അമ്മ എന്ത് ഗർഭകാലത്ത് കാണുന്നുവോ അത് കുട്ടിയെ സ്വാധീനിക്കുന്നു എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നൊരു ആചാരമാണ്. ഹിന്ദു സ്ത്രീ ഗർഭിണിയാണെന്ന് മനസ്സിലായാൽ ആദ്യം പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. എന്നിട്ടൊരു ഉണ്ണികൃഷ്ണൻ്റെ ഫോട്ടോ വാങ്ങിക്കും. എന്നിട്ട് ഗർഭിണി കിടക്കുന്ന മുറി കൊണ്ടുവന്ന് ഈ ഉണ്ണികൃഷ്ണൻ്റെ ഫോട്ടോ വെച്ചേക്കും. ഈ ഉണ്ണികൃഷ്ണൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ഗർഭാലം കഴിച്ചു കൂട്ടിയാൽ ഉണ്ണികൃഷ്ണനെ പോലൊരു കുട്ടി ഉണ്ടാവുമെന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസമോ അന്ധവിശ്വാസമോ. ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു സംഗതി സത്യം. ഞങ്ങൾ ക്രിസ്ത്യൻ സ്ത്രീകൾ ഗർഭിണിയായാൽ എന്ത് ചെയ്യുന്നറിയാമോ? പള്ളിയിൽ ചെന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കും. എന്നിട്ടൊരു ഉണ്ണി യേശുവിൻ്റെ പടം വാങ്ങിക്കും. എന്നിട്ട് അതുകൊണ്ട് നിന്ന് ഗർഭിണി കിടക്കുന്ന മുറി വെച്ചേക്കും. ഉണ്ണി യേശുവിൻ്റെ പടം കണ്ടുകൊണ്ട് ഗർഭകാലം കഴിച്ചു കൂട്ടിയാൽ ഉണ്ണി യേശുവിന് ഒരു കുഞ്ഞുണ്ടാവുന്നൊരു വിശ്വാസം. ഇത് ശാസ്ത്രീയമായി ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. ജർമ്മനിലൊരു ഗവേഷണം നടന്നു. ഗവേഷണം നടന്നപ്പോൾ ഒരു 200 ഗർഭിണികൾക്ക് ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിക്കൊടുത്ത് ഗർഭകാലത്ത് ആ സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കിയപ്പോഴാണ് ആ കുട്ടികൾക്ക് ശാസ്ത്ര വിഷയങ്ങളിൽ ഭയങ്കര മാർക്ക്, സ്കൂളിലും കോളേജിലും മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിക്കൊക്കെ ഭയങ്കര മാർക്ക്. ആ കുട്ടികളിൽ ഭൂരിപക്ഷം പിൽക്കാലത്ത് ശാസ്ത്രജ്ഞന്മാരോ എഞ്ചിനീയർമാരോ ഒക്കെ ആയി തീർന്നു എന്നാണ് കണ്ടെത്തിയത്. ശാസ്ത്ര അധ്യാപകരൊക്കെ ആയി മാറി. വേറെ 200 ഗർഭിണികൾക്ക് യുദ്ധവീരന്മാരുടെ ജീവിതം വായിക്കാൻ കൊടുത്തു. ജൂലിയസ് സീസർ, നെപ്പോളിയൻ, ഫെർഡിനാൻഡ് ദ ഗ്രേറ്റ്. ഈ യുദ്ധവീരന്മാരുടെ ജീവചരിത്രം വായിച്ച ഗർഭിണികൾ ഗർഭകാലം കഴിച്ചു കൂട്ടിയപ്പോൾ ആ കുട്ടികളിൽ ഭൂരിപക്ഷവും പട്ടാളത്തിലും പോലീസിലും പോയി ചേർന്നു. അവർക്ക് കാക്കയോടൊരു വലിയ സ്നേഹം. മൂന്നാമതൊരു കൂട്ടം സ്ത്രീകൾക്ക് കൊടുത്തത് ഗർഭകാലത്ത് വായിക്കാൻ കത്തോലിക്ക സഭയുടെ വിശുദ്ധന്മാരുടെ ജീവചരിത്രമാണ്. കത്തോലിക്ക സഭയുടെ വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷവും പിൽക്കാലത്ത് അച്ഛന്മാരും കന്യാസ്ത്രീകളുമായി തീർന്നു. തൻ്റെ കുഞ്ഞ് ആരായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ രംഗത്ത് വിജയിച്ച മഹാന്മാരുടെ ജീവചരിത്രം വായിക്കണം ഗർഭിണികൾ. ആഴ്ചാലുണ്ടല്ല ആ ഗർഭിണികൾ പ്രസവിക്കുന്ന കുട്ടികൾ ആ രീതിയിലായിത്തീരും. നിങ്ങൾ ഈ ലേഡി ടീച്ചേഴ്സിൻ്റെ മക്കളെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും പഠിക്കാൻ പഠിക്കരാ. കാര്യം എന്താണെന്നറിയാമോ? ഗർഭിണിയായ അമ്മ ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുമ്പം വയറ്റിരുന്നുകൊണ്ട് കുട്ടി പകുതി ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അങ്ങ് പഠിക്കും. പ്രസവിച്ച് കഴിഞ്ഞാൽ ബാക്കി പഠിച്ചാൽ മതി. അതാണ് ഈ ഗർഭിണികളുടെ മക്കൾ, ഈ ലേഡി ടീച്ചേഴ്സിൻ്റെ മക്കൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധി വരാനുള്ള ഒരു കാരണം. ഗർഭകാലം പുണ്യാത്മാക്കളുടെ ജീവചരിത്രം വായിക്കണം, പുരാണ കഥകൾ വായിക്കണം. അവിടെ നല്ല പുരാണ കഥാപാത്രങ്ങളുടെ കഥ വേണം വായിക്കാൻ. പ്രഹ്ലാദൻ്റെ കഥ വായിക്കണം. പക്ഷേ ദുര്യോധനൻ്റെയും രാവണൻ്റെയും കഥ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കരുത്. വയറ്റിരിക്കുന്ന കുട്ടിക്ക് മിക്കവാറും ആ സ്വഭാവം ഉണ്ടാകുന്നതാണ്. ഗർഭിണികൾ ഗർഭകാലത്ത് പഠിക്കണം. പോയി ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേരണം. അടിച്ച് പുറത്തേക്ക് പഠിക്കണം. ഈ അമ്മയുടെ തലച്ചോറ് ഇൻ്റലക്ച്വൽ വർക്ക് ചെയ്യാൻ വേണ്ടി ശരീരം കുറേ ഹോർമോൺസിനെ സൃഷ്ടിക്കും. ആ ഹോർമോൺസ് ഇൻ്റലക്ച്വൽ ഹോർമോൺ, ഇൻ്റലക്ച്വൽ എൻസൈംസ് എന്ന് പറയും. ഇത് അമ്മയുടെ തലച്ചോറ് കയറി കറങ്ങിയിട്ട് നേരെ ഗർഭത്തിൽ വന്ന് കുഞ്ഞിൻ്റെ തലച്ചോറ് കയറി ഇറങ്ങും. അതോടെ ഈ കുഞ്ഞിന് പഠിക്കാൻ അപാര കഴിവായിരിക്കും. പ്രസവിച്ച് കഴിഞ്ഞ് പരീക്ഷ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗർഭകാലത്തൊരു അമ്മ പഠിച്ചാൽ ആ കുട്ടി പഠിത്തത്തിൽ അപാര മിടുക്കനായി തീരും. ഞാനിതൊക്കെ വായിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഞാൻ ഗർഭത്തിരുന്ന് 10 മാസം എൻ്റെ അമ്മ നമ്മുടെ TTCക്ക് പഠിക്കാൻ പോയി. അന്ന് ലേഡി ടീച്ചേഴ്സിനെല്ലാം TTC കമ്പൽസറി ആക്കി. അങ്ങനെ അമ്മ എന്നെ വയറ്റിൽ ചുമന്നുകൊണ്ടാണ് TTC പഠിച്ചത്. ചെറുപ്പത്തിൽ അമ്മ പറയുമായിരുന്നു, ഞാൻ TTCക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നീ വയറ്റിൽ കിടന്ന് തന്നെ തൊഴിച്ചോടാ അവിടെ കഥ ചെയ്തോടാന്ന്. ഞാൻ ചിരിച്ചോണ്ട് ഇത് കേട്ടു. ഇപ്പോൾ എലിസബത്ത് ഹെർലോക്കിൻ്റെ പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ വയറ്റിൽ ഇരുന്ന് 10 മാസവും അമ്മ TTCക്ക് പഠിക്കാൻ പോയതുകൊണ്ടാണ്
എനിക്ക് ഈ 4 MA എടുക്കാൻ പറ്റുന്നത് 2 PhD എടുക്കാൻ പറ്റുന്നത് IAS പരീക്ഷയൊക്കെ പാസ്സാകാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ശാസ്ത്രം. അപ്പോൾ വളരെ ശ്രദ്ധേയമായി നരസിംഹാവതാര കഥയിൽ പ്രഹ്ലാദൻ ഗർഭത്തിലിരുന്നപ്പോൾ എന്താണ് പ്രഹ്ലാദൻ ചെയ്തത് എന്നും ഭാഗവതം ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഭാഗവതം എടുത്ത് കൃത്യമായിട്ട് വായിക്കണം. കയാതു ഗർഭിണിയായിരുന്നപ്പോൾ, പ്രഹ്ലാദൻ വയറ്റിലിരുന്നപ്പോൾ ഗർഭിണി ചെയ്തത് എന്താണ്? ആ ഭാഗവതം വായിച്ച് മനസ്സിലാക്കണം നരസിംഹാവതാരത്തിലെ പ്രഹ്ലാദൻ്റെ കഥ. ഇനി അങ്ങനെ പ്രഹ്ലാദൻ വിശ്വാസിയായിട്ട് അപ്പൻ പ്രഹ്ലാദനെ കൊല്ലുന്ന പരുവായി. ഹിരണ്യകശിപു ചോദിച്ചു, എവിടാ നിന്റെ ദൈവം? അപ്പോൾ പ്രഹ്ലാദൻ തൻ്റെ ഭാഗവതത്തിലെ പ്രസിദ്ധമായ സ്തോത്രം ചൊല്ലുകയാണ്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ്റെ അംശമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. നരസിംഹാവതാരത്തിൽ സംഭവിച്ചതുപോലെ പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ ആ കുട്ടിയുണ്ടല്ലോ പ്രകൃതിയെ നശിപ്പിക്കില്ല, അച്ഛനെ അമ്മ അറ്റാക്ക് ചെയ്യില്ല, അയലോക്കത്തുള്ളതിനെ തൊഴിക്കാൻ പോകില്ല. കാരണം ഈ കാണുന്നതൊക്കെ ദൈവമാണ്, ഈശ്വരാംശമാണെന്ന് ഭാഗവതം മനസ്സിലാക്കുകയാണ് നരസിംഹാവതാരത്തിൽ. പിന്നെ ഉരുതപ്പെട്ട അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഹിരണ്യകശിപു വരങ്ങൾ വാങ്ങിച്ചിരുന്നു. പക്ഷേ ഈശ്വരന് അസാധ്യമായ ഒരു വഴിയില്ല. ആ 12 ബൂൺസിനെയും ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിച്ച 12 വരങ്ങളെയും മറികടന്നുകൊണ്ട് നരസിംഹം ഹിരണ്യകശിപുവിനെ കൊല്ലുകയാണ്. വാട്ട് എവർ ഈവിൾ യു ആർ, നമ്മളെത്ര ദുഷ്ടന്മാരാണെങ്കിലും ദൈവത്തിന് ദുഷ്ടതയുടെ മകളിൽ മറികടക്കാൻ വഴിയുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് നരസിംഹാവതാരം. വളരെ ശ്രദ്ധേയമായ 5ാമത്തെ അവതാരം വാമനനാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ. ആദിമ മനുഷ്യൻ പ്രായം കുറഞ്ഞ ആളായിരുന്നു, വാമനനായിരുന്നു. ഈ വാമനൻ മഹാബലിയെ തോൽപ്പിക്കുകയാണ്. നമ്മൾ ഈ ഓണത്തിൻ്റെ കഥയിൽ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കഥയാണ്. നമ്മൾ പറയും മഹാബലി കേരളം ഭരിച്ചിരുന്നതാണ്. മഹാബലി കേരളം കണ്ടിട്ട് പോലുമില്ല. മഹാബലി മഹാരാഷ്ട്രയിലെ നർമ്മദാ തീരത്തിൻ്റെ വടക്ക് ഭാഗത്താണ് യാഗം നടത്തിയത്. ഇപ്പം നമ്മുടെ നരേന്ദ്രമോദി അവരുകളൊരു വല്ലഭായ് പട്ടേലിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് വല്ലഭായ് പട്ടേലിൻ്റെ ഷേപ്പിലൊരു വലിയ കെട്ടിടം പണിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരു 500 മീറ്റർ പോയാൽ മതി. ഞാൻ പോയിട്ടുണ്ട് ഈ മഹാബലി യാഗം നടത്തിയ സ്ഥലത്ത്. ആ യാഗം നടത്തിയ സ്ഥലത്താണ് വാമനൻ വന്നിട്ട് മഹാബലിയെ തോൽപ്പിക്കുന്നത്. മഹാബലിയെ വാമനൻ തോൽപ്പിക്കുന്ന കഥയിൽ ഇല്ലാത്തൊരു 2 സെൻറ്റൻസ് കൂട്ടിച്ചേർത്താണ് നമ്മൾ ഈ ഓണത്തിൻ്റെ കഥയിൽ ഇത് പറയുന്നത്. വാമനൻ മഹാബലിയെ തോൽപ്പിച്ച ശേഷം പറഞ്ഞു, മഹാബലി നീ വലിയൊരു രാജാവാണ്, പക്ഷെ നിനക്കൊരു നീ ദാനശീലനൊക്കെയാണ്, ചെറിയൊരു കുഴപ്പം, അഹങ്കാരം, അത് പരാജയപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നതാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് രാജ്യം തിരിച്ചു തരികയാണ്. നീ 36 വർഷം ഈ രാജ്യം ഭരിക്കണം. അങ്ങനെ മഹാബലി 36 വർഷം ഭംഗിയായിട്ട് കൊണ്ട് ഭരിച്ച് അത് കഴിഞ്ഞ് മഹാബലിയെ സുതലത്തിലേക്ക് പറഞ്ഞയച്ചു. അതലം വിതലം സുതലം, സുതലത്തേക്ക് പറഞ്ഞയച്ചു. അവിടെ മഹാവിഷ്ണു മഹാബലിക്ക് കാവൽ നിൽക്കുകയാണ്. ഇതാണ് പുരാണ കഥ. മലയാളി എന്തെന്നറിയാമോ? മലയാളി അവസാനത്തെ 2 സെൻറ്റൻസ് പുതിയ സെൻറ്റൻസ് എഴുതി ചേർത്തു. 3ാമത്തെ ചൂട് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മഹാബലി തല കുനിച്ചു കൊടുത്തു. വാമനൻ ഒറ്റ ചവിട്ടിന് മഹാബലിയെ പാതാളത്തിലാക്കിയെന്നാണ്. ഈ മനുഷ്യരെ ചവിട്ടുകയും താത്തുകയും കഴിഞ്ഞാൽ മലയാളിക്ക് വലിയ രസമാണ്. അതുകൊണ്ടാണ് മലയാളി അവൻ്റെ സ്വഭാവം ഈ പുരാണ കഥയ്ക്കകത്തുകൊണ്ട് ചേർത്തിരിക്കുകയാണ്. പുരാണ കഥയിൽ അങ്ങനെ തലയ്ക്ക് ചവിട്ടുന്നതും പാതാളത്തിൽ വിടുന്നൊന്നും ഇല്ല. പുരാണ കഥയിൽ മഹാബലിക്ക് രാജ്യം തിരിച്ചു കൊടുത്തു. 36 വർഷം ഭരിച്ച് ലോകം മുഴുവൻ പ്രശസ്തനായ ശേഷം മഹാബലി സുതലത്തിലേക്ക് പോയി. സുതലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുതലം ഒന്ന് വായിച്ചു നോക്കുക. ഭാഗവതത്തിൽ പറയുന്ന സുതലം എല്ലാ സ്വാഭാവിക സ്ഥലം. അവിടെ മഹാവിഷ്ണു, സാക്ഷാൽ മഹാവിഷ്ണു മഹാബലിക്ക് കൂട്ടുകാരനായി അവിടെ കാവൽക്കാരനായി നിൽക്കുകയാണ്. അതാണ് പുരാണത്തിലെ കഥ. മലയാളി തിരുത്തി കുറിച്ച കഥയൊന്നും പറഞ്ഞു കളയരുത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കഥയ്ക്ക് ലോജിക്കൊന്നുമില്ല. 2 പരന്ന കാല് വെച്ച് 360 ഡിഗ്രി ഉരുണ്ടിരിക്കുന്ന ഭൂമി അളക്കാൻ പറ്റുമോ? പരന്ന കാല് കൊണ്ട് ഉരുണ്ട ഭൂമി അളക്കാൻ പറ്റുമോ? പറ്റിയല്ല. ഇനി ആകാശം അളക്കാൻ പറ്റുമോ? ആകാശം 360 ഡിഗ്രി അളക്കാൻ പറ്റാത്ത വിശാലമായ സ്പേസ് അല്ലേ, അതിനെ കാലുകൊണ്ട് അളക്കാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ ഈ കാലുകൊണ്ട് ഭൂമി അളന്നു എന്ന് പറയുന്നത് ലോജിക്കലി അല്ലെങ്കിൽ സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനമല്ല. അപ്പോൾ എന്താണ് ഈ കഥ പറയുന്നത്? നമ്മൾ വളരെ സ്ഥിരോത്സാഹത്തോടുകൂടി സൽബുദ്ധിയോടുകൂടി ശ്രമിച്ചാൽ ലോകം മുഴുവൻ കീഴടക്കാൻ പറ്റും. ഈ സദസ്സിലിരിക്കുന്ന ഏത് കുട്ടിക്കും അവൻ നിസ്വാർത്ഥമായി പരിശ്രമിച്ചാൽ അവന് ഈ ലോകത്തിൽ കീഴടക്കാൻ പറ്റുന്ന ഒന്നുമില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാമനനായിത്തീരാം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാമനെ പോലെ ഷോർട്ടേജ് ഉണ്ട്.
വീട്ടിൽ ദാരിദ്ര്യമായിരിക്കും, അച്ഛനമ്മയ്ക്ക് ഒരു വിദ്യാഭ്യാസമില്ല, നിങ്ങളെ വലിയ കോളേജ് വിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തികം നിങ്ങളുടെ അച്ഛനമ്മയ്ക്കില്ല, നിങ്ങൾ ജനിച്ചൊരു കുഗ്രാമത്തിലാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വാമനനെ പോലെ പല പല ഷോർട്ടേജും ഉണ്ടാവും. പക്ഷേ ഈ ഷോർട്ടേജിനെ വകവെക്കാതെ ഏത് ഔന്നത്യവും നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും നിങ്ങൾ വാമനനെ പോലെ പരിശ്രമിച്ചാൽ. ആ സ്ഥിരോത്സാഹത്തിൻ്റെ കഥയാണ് ഈ വാമനാവതാരത്തിൻ്റെ കഥ. വാമനൻ മഹാബലിക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല ഭാഗവതത്തിൽ. നിങ്ങൾക്ക് മഹാബലി ആവാം, പക്ഷേ വാമനനുമായിത്തീരാം. ഇനി വാമനൻ മഹാബലി തോപ്പിച്ചു കഴിഞ്ഞ് പിന്നെന്താ സംഭവിച്ചത്? മഹാബലി നശിപ്പിച്ചോ? ഇല്ല. നിങ്ങൾക്കൊരാളോട് ഹെൽത്തി കണ്ടസ്റ്റ് ആവാം, പക്ഷെ ശത്രുതാപരമായ കണ്ടസ്റ്റ് പാടില്ല. അതാണ് വാമനൻ നമ്മളെ പഠിപ്പിക്കുന്ന കഥ. അങ്ങനെ മഹാബലി ഇതെല്ലാം കഴിഞ്ഞിട്ട് മഹാബലി എന്തുണ്ടായി? മഹാബലിയെ മഹാവിഷ്ണു ചിരഞ്ജീവിയായിട്ട് ഉയർത്തി. അശ്വത്ഥാമ, ബലി, വ്യാസോ, ഹനുമന്തോ, വിഭീഷണ, ലോകത്തിൽ മരണമില്ലാത്ത അനശ്വരർ 7 പേരാണ്. അതിൽ മൂന്നാമത്തെ ആൾ മഹാബലിയാണ്. അശ്വത്ഥാമ, ബലി, വ്യാസോ, ഹനുമന്തോ, വിഭീഷണ എന്ന് തുടങ്ങുന്ന 7 പേരെ. അപ്പോൾ വാമനൻ മഹാബലി എന്ത് ചെയ്തു? വാമനൻ മഹാബലിയെ അനശ്വരനാക്കുകയാണ് ചെയ്തത്, അല്ല നശിപ്പിക്കുകയല്ല. അപ്പോൾ പോസിറ്റീവായിട്ട് ആ കഥ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് മഹാബലി മഹാവിഷ്ണു നിത്യവൈരാഗ്യത്തിലായോ? ഇല്ല. മഹാബലിയുടെ മകൻ ബാണൻ്റെ മകളാണ് ഉഷ. ഈ വാമനൻ അടുത്ത അവതാരത്തിൽ ശ്രീകൃഷ്ണനായിട്ട് വന്നു. ആ ശ്രീകൃഷ്ണൻ്റെ കൊച്ചുമോൻ അനിരുദ്ധൻ ഉഷയെ കല്യാണം കഴിച്ചു. പുരാണത്തിൽ കഥ കേട്ടിട്ടില്ലേ? അതായത് വാമനും മഹാബലിയും തമ്മിൽ നിത്യശത്രുതയും വൈരാഗ്യമൊന്നുമല്ല. 2 തലമുറ കഴിഞ്ഞപ്പോൾ, മഹാബലിയുടെ 2 തലമുറ കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അടുത്ത അവതാരങ്ങളിൽ ഒന്നായ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായിട്ട് വന്നപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കൊച്ചുമോൻ മഹാബലിയുടെ കൊച്ചുമോളെ കല്യാണം കഴിച്ചു. ദേ ബിക്കേം റിലേറ്റീവ്സ്. ഇതാണ് പുരാണ കഥ. അവൻ നിത്യവൈരാഗ്യമൊന്നും പാടില്ല. ടെമ്പററി നമുക്കൊരാളുടെ കണ്ടസ്റ്റ് ഉണ്ടാവും, പക്ഷേ നാളെ നമ്മൾ ബന്ധുക്കളോ സ്വന്തക്കളോ ഒക്കെ ആയിത്തീരും. രുക്മിണി സ്വയംവരത്തിൻ്റെ കഥ ഇവിടെ പറഞ്ഞുതരും, ഭാഗവത സപ്താഹത്തിൽ പറഞ്ഞുതരും. രുക്മിണി ആഗ്രഹിച്ച ശ്രീകൃഷ്ണനെ കല്യാണം കഴിക്കാൻ രുക്മിണി സമ്മതിച്ചില്ല. എന്ത് ചെയ്തു? യുദ്ധമുണ്ടായി. രുക്മിണിയെ പരാജയപ്പെടുത്തി രുക്മിണിയെ കല്യാണം കഴിച്ചു. പിന്നെന്ത് സംഭവിച്ചു? രുക്മിണിക്ക് ഭഗവാൻ കൃഷ്ണൻ രുക്മിണിക്കുണ്ടായ മകനെ കൊണ്ട് ഈ രുക്മിണിയുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച്. ഇതല്ലേ ഭാഗവതം? അപ്പം സമരം ഉണ്ടായിട്ട് ഈ പരാജയപ്പെടുത്തിയ രുക്മിണിയുടെ മകനെ കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ മകളെ കൊണ്ട് മകനെ കല്യാണം കഴിപ്പിച്ചു. ദേ ബിക്കേം റിലേറ്റീവ്സ്. ഇവിടെയാണ് ഭാഗവതത്തിൽ കറക്റ്റ് പാഠം പഠിക്കേണ്ടത്, അല്ലാതെ തെറ്റായ പാഠം പഠിച്ചുകളായിരുന്നു. ഇന്നാളെ ഞാൻ ക്ഷേത്രത്തിൽ പ്രസംഗിക്കാൻ പോയി. അപ്പം എൻ്റെ പ്രസംഗം തൊട്ട് മുമ്പ് രുക്മിണി സ്വയംവരത്തെ പറ്റി യജ്ഞാചാര്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗം തീർന്ന് എന്നെ ക്ഷണിക്കുന്ന തൊട്ട് മുമ്പ് ജനക്കൂട്ടത്തിൽ നിന്ന് ആൺകുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, അല്ല യജ്ഞാചാര്യ, ഇതുപോലെ എനിക്കും ചെയ്യാമല്ലോ, എനിക്കൊരു പെണ്ണിനെ പ്രേമമുണ്ട്, ആ ആങ്ങളെ അടിച്ച് താഴെയിട്ട് അവളെ ഇഞ്ഞ് കൊണ്ടുവന്നാലോ. അപ്പോൾ ആ കോളേജ് പഠിക്കുന്ന കുട്ടിയുടെ തലച്ചോറിൽ രുക്മിണി സ്വയംവരം കേട്ടപ്പോൾ ഉദിച്ചത് അവൻ്റെ കാമുകിയുടെ ആങ്ങളെ അടിച്ച് താഴെയിട്ട് അവളെ കൊണ്ടുവരാമെന്നാണ് അവൻ്റെ തലയിൽ കയറിയത്. അപ്പോൾ ഒരേ പുരാണ കഥയാണ് കേട്ടിരിക്കുന്ന, എന്നിട്ട് തലച്ചോറിൽ കയറി നമ്മൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ മഹാബലിയും വാമനനും 2 തലമുറ 2 അവതാരം കഴിഞ്ഞപ്പോൾ അവർ ബന്ധുക്കളായി. ഭഗവാൻ കൃഷ്ണൻ പരാജയപ്പെടുത്തിയ രുക്മിണിയുടെ മകനുമ്പോൾ അങ്ങനെ റിവേഴ്സിലാണ്. അടുത്ത തലമുറ വന്നപ്പോൾ രുക്മിണിക്കുണ്ടായ മകൻ രുക്മിണിയുടെ മകളെ കല്യാണം കഴിച്ച്. അപ്പോൾ വൈരാഗ്യവും യുദ്ധവും അല്ലോടെ സംഭവം. പെർമനൻറ്റ് ശത്രുതയില്ല, ടെമ്പററിയായി കണ്ടസ്റ്റ് ഉണ്ടാവാം, അത് കഴിഞ്ഞ് യോജിക്കണം. ഇതാണ് ഭാഗവതത്തിൻ്റെ കഥ. അവിടെയാണ് ഈ കഥ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നരസിംഹാവതാരം. പിന്നെ വരുന്നത് രാമോ രാമച്ച രാമ, 3 രാമന്മാരാണ്. ആദ്യത്തെ ആൾ പരശുരാമനാണ്. പരശുരാമൻ മഴു കുണിങ്ങി നടക്കുന്ന ആളാണ്. മരം വെട്ടാനും ഒക്കെ നല്ല കഴിവാണ് ഈ മഴുവിന്. മഴു ഒരു ശത്രുതാപരമായ ആയുധമാണ്. മനുഷ്യനെ കൊല്ലാം, മൃഗങ്ങളെ കൊല്ലാം, മരം വെട്ടിയിടാം. അപ്പോൾ മനുഷ്യൻ്റെ സ്റ്റേജിൽ ഒരു 7000 വർഷങ്ങൾക്ക് മനുഷ്യൻ ഹണ്ടർ ഗാദറായിരുന്നു. അവൻ കൃഷിയൊന്നും ചെയ്തിരുന്നില്ല. അവൻ കാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മൃഗങ്ങളെയൊക്കെ കൊന്ന് തിന്നിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഈ കാട്ടാളനായ ഒരു കാലഘട്ടമാണ് ഈ പരശുരാമൻ്റെ കാലഘട്ടം. ഈ പരശുരാമൻ്റെ കാലഘട്ടത്തിൽ പരശുരാമൻ ഈ മഴ ഉപയോഗിച്ചത് വെട്ടാനും കൊല്ലാനാണോ? അല്ല. ഞാനും വിശ്വസിക്കുന്ന കഥയുണ്ട്.
പരശുരാമൻ ഗോകർണത്ത് വെച്ച് മഴ എടുത്തൊരു ഒറ്റ ഏറിറങ്ങി. അത് പോയി കന്യാകുമാരി വീണപ്പം കടൽ പുറകോട്ട് മാറി കേരളമുണ്ടായി എന്നാണ്. പരശുരാമകഥയിലെ മഴ ഉപയോഗിച്ചിട്ട് കേരളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കേരളത്തിലാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തോ സംഭവം, മഹാരാഷ്ട്രയിൽ നിന്ന് കാദംബ ബ്രാഹ്മണർ, നമ്മൾ ഈ നമ്പൂതിരിമാരെന്നും നമ്പൂതിരിപ്പാരെന്നൊക്കെ വിളിക്കുന്ന ആളുകളുടെ പൂർവികർ ഗോവ ഉൾപ്പെട്ട കാദംബ ദേശത്ത് നിന്ന് കേരളത്തിലേക്ക് വന്നു. അവരാണ്ട് AD 750 വന്നത്. അവരിവിടെ വരുമ്പോൾ കേരളത്തിലൊരു നാച്ചുറൽ ഫിനോമിനൻ ഉണ്ടായി. എന്തെന്ന് വെച്ചാൽ കടൽ ഇങ്ങനെ പുറകോട്ട് മാറി. കൊടുങ്ങല്ലൂർ തൊട്ട് കൊല്ലം വരെയുള്ള സ്ഥലത്ത് കടൽ പുറകോട്ട് മാറി റിസീഡ് ചെയ്തു. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഞാൻ തൃപ്പൂണിത്തുറ വലിയ ക്ഷേത്രമാണ്, അത് തുറയായിരുന്നു, അതായത് തുറമുഖമായിരുന്നു. കടൽ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ തൊട്ടടുത്താണ് കടൽ നിന്നിരുന്നത്, തൃപ്പൂണിത്തുറ. ആ തുറ നിന്ന് കടൽ അങ്ങോട്ട് 25 കിലോമീറ്റർ പുറകോട്ട് മാറി. ഇപ്പോൾ കടൽ നിൽക്കുന്ന എവിടെയാണ്? ഹൈക്കോടതിയുടെ അവിടെയാണ്. തൃപ്പൂണിത്തുറ ക്ഷേത്രം നിൽക്കുന്നത് ഒരു 20 കിലോമീറ്റർ അകത്താണ്. പണ്ടൊരു തുറയായിരുന്നു, തൃപ്പൂണിത്തുറയായിരുന്നു. അവിടുത്തെ പ്രസിദ്ധമായ പുതുതായി പണിയുന്ന തുറ, അവിടെയാണ് ഞങ്ങളുടെയൊക്കെ പരിമൾ തിരുമേനി ജനിച്ചത്. ആ സ്ഥലം ഇന്നൊരു 20 കിലോമീറ്റർ അകത്താണ്. വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരെന്താണ്? വൈക്കം, പുതിയ ഭൂമി. വൈക്കം കടലിനടിയിലായിരുന്നു. AD 780 ആയപ്പോൾ കടലിന് പുറകോട്ട് മാറി കര പൊങ്ങി വന്നു. അങ്ങനെ പുതുതായി വന്ന ഭൂമിയായിട്ടാണ് വൈക്കം എന്ന് വിളിച്ചത്. കുറച്ചുകൂടെ തെക്കോട്ട് വന്നാലോ, നമ്മൾ അടുത്ത തുറയിൽ വരും. ആ വലിയ തുറ, അവിടെ കടുത്തുരുത്തി നമ്മളിപ്പോൾ വിളിക്കുന്ന സ്ഥലം. കടൽ തുരുത്തായിരുന്നു, തുറമുഖമായിരുന്നു. ആ കടൽ തുരുത്തിൻ്റെ അവിടെ കടൽ ഒരു 20 കിലോമീറ്റർ പുറകോട്ട് മാറിയപ്പോൾ എന്ത് പറ്റി? കടുത്തുരുത്തി ഇപ്പോൾ കരയായിട്ട് മാറി. പണ്ടത്തെ വലിയ കപ്പൽ തുറമുഖമായിരുന്നു കടുത്തുരുത്തി. ഏറ്റുമാനൂർ എന്ന് അർത്ഥം എന്താണ്? മണ്ണ് ഏറി പൊങ്ങി വന്ന് നിരപ്പായ സ്ഥലമാണ്. ഏറ്റുമാനൂർ പണ്ട് കടലിനടിയിലായിരുന്നു. AD 750 കടൽ പുറകോട്ട് മാറി. അപ്പോൾ കൊണ്ടൊരു പൊങ്ങി വന്ന് മണ്ണ് ഏറി പൊങ്ങി വന്നൊരു സ്ഥലം കണ്ട് അതിനെ അവർ ഏറ്റുമാനൂർ എന്ന് വിളിച്ചു. കോട്ടയത്തിനപ്പുറത്ത് കുമരകം, കടൽ പുറകോട്ട് മാറിയിട്ട് മണ്ണും കുമരകി പൊങ്ങി വന്ന സ്ഥലമാണ് കുമരകം. കോട്ടയത്ത് നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ പ്രസിദ്ധമായ പാലമുണ്ട്. അവിടെ എന്താണ് ആ സ്ഥലത്തെ വിളിക്കുന്നത്? തിരമാല അടിക്കുന്ന സ്ഥലം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ അത് കോട്ടയം പട്ടണത്തിൻ്റെ സൈഡിലാണ്. നിരണം, നീരണയുന്ന സ്ഥലം, തിരമാല ഒന്ന് അടിക്കുന്ന സ്ഥലമായിരുന്നു. അതിപ്പം പുറകോട്ട് മാറി. അങ്ങനെ നീണ്ടകര വരെയുള്ള സ്ഥലം 10 കിലോമീറ്റർ തൊട്ട് 25 30 കിലോമീറ്റർ പുറകോട്ട് പോയി. കുട്ടനാട് മുഴുവൻ കടലിനടിയിലായിരുന്നു. ഇപ്പോഴും കുട്ടനാട്ടിലെ മണ്ണെടുത്ത് പരിശോധിച്ചാൽ ഉപ്പ് രസമുള്ള മണ്ണാണ്. പല സ്ഥലത്തും കുട്ടനാട് കടൽ നിരപ്പിന് താഴെയാണ്. കാര്യം പണ്ട് കടലിനടിയിൽ ഇങ്ങനെ പൊങ്ങി താന്ന് കിടന്ന സ്ഥലമായിരുന്നു. അപ്പം ഇങ്ങനെ കടൽ പൊങ്ങി വന്ന സ്ഥലങ്ങളിങ്ങനെ ഉണ്ടായി. ഈ ഫിനോമിനൻ കണ്ടുകൊണ്ടാണ് ഈ കാദംബ ദേശത്ത് നമ്പൂതിരിമാരൊക്കെ വരുന്നത്. അവർ ഈ കടൽ പുറകോട്ട് മാറുന്ന ഫിനോമിനനെ ഒരു പുരാണ കഥയാക്കി നമ്മുടെ ഐതിഹ്യങ്ങളിൽ ചേർത്തു. അതാണ് പരശുരാമൻ മഴ കുറഞ്ഞ് കേരളമുണ്ടായി എന്നൊരു കഥ. ഇപ്പം അടുത്ത കാലത്ത് NSS ഹെഡ്ക്വാർട്ടേഴ്സ് പെരുന്നയിലെ NSS ഹെഡ്ക്വാർട്ടേഴ്സിന് പുറകെ ഒരു കിണർ കുഴിച്ചൊരു 25 അടി ചെന്നപ്പോൾ ഒരു കപ്പലിരിക്കുന്നതിന് അടിയിൽ. കാര്യം പണ്ട് അവിടെ ആയിരുന്നു തിരമാല നിന്നുകൊണ്ടിരുന്നത്. അവിടെ വരുന്നൊരു കപ്പലാണ്. ഈ കടൽ പുറകോട്ട് മാറിയ കടൽക്ഷോഭത്തിലെ ഈ ബോട്ടങ്ങ് മണ്ണിനടിയിലെ ഇപ്പോൾ അതിൻ്റെ മണ്ടക്ക് 20 അടി പൊക്കത്തിൽ മണ്ണാണ്. പിന്നെ NSSലെ ആളുകളെല്ലാം കൂടെ മണ്ണെല്ലാം കൂടെ മാറ്റിയ ബോട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു 10 കൊല്ലത്തിന് മുമ്പുള്ള ഫിനോമിനൻ ഞാനീ പറയുന്നത്, ഈ ബോട്ട്, കടലിനിടയിലായ ബോട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫിനോമിനൻ പരശുരാമൻ മഴ കുറഞ്ഞ് കേരളം ഉണ്ടാക്കിയെന്നൊരു കഥ, പുരാണത്തിലില്ലാത്തൊരു കഥ, നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ കഥയാണ്. അപ്പോൾ എന്താണ് ഈ പരശുരാമൻ്റെ കഥ? പരശുരാമന് 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, പരശുരാമൻ വളരെ ശ്രദ്ധേയമായി പ്രകൃതിയെ കൺട്രോൾ ചെയ്തൊരു മനുഷ്യനാണ്. കടൽ പുറകോട്ട് മാറിയ കഥയിലാണ്. പ്രകൃതി വൈൽഡാണ്. പ്രകൃതി ചിലപ്പം ക്ഷോഭം ഉണ്ടാക്കും. അവിടെ പ്രകൃതിയെ പരശുരാമൻ കൺട്രോൾ ചെയ്തു, മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിച്ചു. പരശുരാമൻ വളരെ ശ്രദ്ധേയമായി അയോധന വില്ല് പഠിപ്പിച്ച ഒരാളായിരുന്നു. ഗദായുദ്ധത്തിൽ വളരെ വീരനായിരുന്നു പരശുരാമൻ. പരശുരാമൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ആളായിരുന്നു ദ്രോണരും നമ്മുടെ പാഞ്ചാലനും ഭീഷ്മരും.
3 പേരും പരശുരാമൻ്റെ ശിഷ്യന്മാരാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ ദ്രോണരോട് പാഞ്ചാലൻ പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട പാഞ്ചാല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ രാജാവ്, എൻ്റെ അപ്പം ചത്ത് കഴിയുമ്പോൾ രാജാവ്, നീ അങ്ങ് വന്നച്ചാവുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദ്രോണർ ദാരിദ്ര്യത്തിലായി, പാഞ്ചാലൻ രാജാവായി. ദ്രോണർ പാഞ്ചാലനെ കാണാൻ പോയി. പാഞ്ചാലൻ പറഞ്ഞു, പണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞടാ, ഇപ്പോൾ പണ്ഡിതോന് ബന്ധു പാമര, പണ്ഡിതനും പാമരനും കൂട്ടുപാടാൻ പറ്റത്തില്ല. രാജാന ബന്ധു പ്രജ, രാജാവും പ്രജയും തമ്മിൽ കൂട്ടുപാടാൻ പാടില്ല. അങ്ങനെ പാഞ്ചാലൻ ഈ ദ്രോണരെ അധിക്ഷേപിച്ച് വിടുകയാണ്. അങ്ങനെ ദ്രോണർ ഇങ്ങനെ സങ്കടപ്പെട്ട് വരുമ്പോഴാണ് പാണ്ഡവന്മാർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പന്ത് കണിച്ചു പോയി, എടുക്കാൻ നോക്കിയിട്ട് രക്ഷയില്ല. അപ്പോൾ ദ്രോണർ വന്നിട്ട് തീർച്ചയായിട്ടും അമ്പയച്ച് ആ പന്ത് പൊക്കിയെടുത്ത് അർജുനൻ്റെ കൈ കൊടുത്തു. അർജുനതും കൊണ്ട് ഓടിച്ചെന്ന് ഭീഷ്മരോട് പറഞ്ഞു, പിതാമഹ, ഞങ്ങളുടെ പന്ത് കണ്ടിപ്പോയി, ഒരാൾ വന്ന് ഞങ്ങൾക്ക് ആ പന്ത് എടുത്തു തന്നു, ഇന്ന പരിപാടിയാണ്. ഭീഷ്മർ പറഞ്ഞു, അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദ്രോണരാ. കാര്യം പരശുരാമൻ ഈ വിദ്യ പഠിപ്പിച്ചിട്ടുള്ളത് എന്നെയും ദ്രോണരെയും മാത്രമേ ഉള്ളൂ. ഭീഷ്മർ പെട്ടെന്ന് ഓടി പുറത്തു വന്നു. എന്താണ് ദ്രോണരെ, എവിടുന്ന് വരുന്നു? എൻ്റെ ഭീഷ്മരെ, എന്നെ നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ പാഞ്ചാലൻ ആക്ഷേപിച്ചു വിട്ടു, ഞാൻ ആ ദുഃഖം കൊണ്ട് വരികയാണെന്ന്. ഭീഷ്മർ പറഞ്ഞു, ദ്രോണരെ നീ എവിടെയും പോണ്ട, നീ നമ്മുടെ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഗുരുവാകും പറഞ്ഞു. അങ്ങനെ ദ്രോണരെ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഗുരുവാക്കി മാറ്റി. അപ്പോൾ സഹപാഠികൾ അലുമിനി അസോസിയേഷൻ എങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ലാത്തത് ദ്രോണരും പാഞ്ചാലനും പരശുരാമ ശിഷ്യന്മാരായിരുന്നപ്പോഴാണ്. എങ്ങനെ പ്രവർത്തിക്കണം? ഭീഷ്മരും ദ്രോണരും അവിടെ ആയിരുന്ന കാലത്താണ്. ഈ അലുമിനി അസോസിയേഷൻ്റെ കഥ കുറച്ചുകൂടെ ഭംഗിയാക്കിയത് ഭാഗവതത്തിലെ 10-ാം സ്കന്ധത്തിലാണ്. ഭഗവാൻ കൃഷ്ണൻ കുചേലനെ സ്വീകരിച്ച കഥ, കുചേലവൃത്തം വഞ്ചിപ്പാട്ടുള്ള നമ്മൾ കേൾക്കുന്ന കഥ, അതിൻ്റെ രസകരമായ വ്യാഖ്യാനമാണ്. അപ്പോൾ പരശുരാമൻ്റെ ഗുരുകുലത്തിൽ ഗുരുശിഷ്യ ബന്ധം എങ്ങനെയായിരുന്നു, ശിഷ്യന്മാർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ഒരു ടീച്ചർ എങ്ങനെ ടീച്ചറാവണം, ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ് പരശുരാമൻ്റെ കഥ. ഹണ്ടർ ഗാദറായിരുന്ന പരശുരാമനും അവൻ്റെ മഴുവും ജനക്ഷേമത്തിനു വേണ്ടി എങ്ങനെ ഉപയോഗിച്ചു. അപ്പോൾ ഒരേ ആയുധം, ഒരേ പേന അറിവ് കൂട്ടാൻ ഉപയോഗിക്കാം, ഓരോരുത്തരും എഴുതി നശിപ്പിക്കാൻ ഉപയോഗിക്കാം. ഒരേ ആയുധം മനുഷ്യനെ കൊല്ലാൻ ഉപയോഗിക്കാം, മനുഷ്യനെ രക്ഷിക്കാൻ ഉപയോഗിക്കാം. ഒരേ തോക്ക് കാട്ടുപന്നിയെ വെടിവെക്കാൻ ഉപയോഗിക്കാം, മനുഷ്യരെ വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിക്കാം. അപ്പോൾ ഒരേ ആയുധം എങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും വെട്ടും. പ്രകൃതിയെ നശിപ്പിക്കാനുള്ളൊരു മഴു പ്രകൃതിയെ രക്ഷിച്ച മഴുവായി മാറിയത് എങ്ങനെയാണ് പരശുരാമൻ്റെ കഥയിൽ നമ്മൾ പഠിക്കുകയാണ്. അടുത്ത അവതാരം ശ്രീരാമനാണ്. ശ്രീരാമൻ പ്രകൃതിയെ രക്ഷിച്ചത് എങ്ങനെയാണ് വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കുകയാണ്. ശ്രീരാമനാണ് രാമരാജ്യം ഉണ്ടാക്കിയത്. അത് എങ്ങനെയാണ് രാമരാജ്യം ഉണ്ടാക്കിയത്? അത് രാമായണത്തിലും ഭാഗവതത്തിലും നമ്മൾ വായിക്കുന്ന കഥയാണ്. ശ്രീരാമൻ കഥയെല്ലാം നിങ്ങൾക്കറിയാൻ ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ശ്രീരാമൻ 18 വയസ്സായപ്പം വനവാസത്തിന് പോകാൻ നിർബന്ധിതയായി. കൈകേയി ഉണ്ടാക്കിയ ഒരു പരിപാടിയിൽ കൈകേയിക്കോ അവൻ്റെ മക്കൾക്കോ ഇവിടെങ്ങും യാതൊരു അവകാശമില്ല. അയോധ്യ എന്ന് പറയുന്നത് കോസൽ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. കോസൽ രാജ്യത്തിൽ രാജാവിന് ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. ആ കൗസല്യെ കല്യാണം കഴിച്ചപ്പം ശ്രീധനം കിട്ടിയ സ്ഥലമാണ് അയോധ്യ. ദശരഥൻ്റെ തന്തയുടെ വകയല്ല അയോധ്യ. ദശരഥനോ കൈകേയിക്കോ ഇഷ്ടമുള്ള ചെയ്യാൻ യാതൊരു അവകാശമില്ല. പക്ഷെ കൈകേയിയുടെ ഇതിനകത്ത് പണി പറ്റിച്ചിട്ട് രാജ്യത്തിന് അവകാശിയായ രാമനെ കാട്ടിലേക്ക് അയക്കുകയാണ്. ആ കാട്ടിൽ പോയി 14 വർഷം കഴിഞ്ഞ് രാവണനെ തോൽപ്പിച്ച് ശ്രീരാമൻ തിരികെ വന്ന് അദ്ദേഹം ഭരണത്തിൽ കയറിയപ്പോൾ ശ്രീരാമൻ ആദ്യമായി ചെയ്തത് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്തു. അമാത്യന്മാർ. ലോകത്തിൽ പണ്ട് രാജാവും കുറേ കെങ്ങിണിമാരെ കൊണ്ട് രാജ്യം ഭരിക്കും. എന്നാൽ അമാത്യന്മാരെ അപ്പോയിൻ്റ് ചെയ്തു. 10 അമാത്യന്മാർ. 8 പേര് സിവിലിയൻസാണ്. അനുജൻ ഭരതനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കി, ലക്ഷ്മണനെ പിടിച്ച് സർവ്വസേനാധിപനും ഡിഫൻസ് മിനിസ്റ്ററാക്കി, ശത്രുഘ്നെ പിടിച്ച് ഫൈനാൻസ് മിനിസ്റ്ററാക്കി. അങ്ങനെ 8 പിന്നെ വസിഷ്ഠൻ ഉൾപ്പെടെ 2 പുരോഹിത മിനിസ്റ്റേഴ്സ്, 10 മിനിസ്റ്റർമാരെ അപ്പോയിൻ്റ് ചെയ്ത ശേഷം ശ്രീരാമൻ പറഞ്ഞു, നിങ്ങളെ അപ്പോയിൻ്റ് എന്തിനാണെന്നറിയോ? നിങ്ങളെ ഏൽപ്പിച്ച മേഖല നിങ്ങൾ വിജയിപ്പിക്കണം. ഞാനൊരു രാജാവാണ്, പക്ഷെ ഞാൻ മണ്ടത്തരം പറഞ്ഞിരിക്കും. എനിക്ക് ഭൂമിയിൽ എല്ലാത്തിനെ പറ്റി അറിവൊന്നുമില്ല. ഞാനൊരു അബദ്ധം പറഞ്ഞാൽ രാജാവ് ഇത് അബദ്ധമാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബാധ്യത നിങ്ങൾക്കാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം മന്ത്രിമാരോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? രാജാവേ, കരം കൂട്ടണം. എല്ലാ ധനകാര്യമന്ത്രിയും ഇതേ പണിയാണ് പറ്റിക്കുന്നത്. അതായത് കരം കൂട്ടി ആരുടെ കയ്യിലോട്ടേക്ക് പണം വരുന്നത്? ധനകാര്യമന്ത്രിയുടെ കയ്യിലോട്ടല്ലേ. ശ്രീരാമൻ ചോദിച്ചു, അങ്ങനെയാണോ? ഞാൻ ജനങ്ങളോടൊന്ന് ചോദിക്കട്ടെ. ശ്രീരാമൻ റോഡിലിറങ്ങി ജനങ്ങളോട് ചോദിച്ചു, ഇവിടെ കരം വളരെ കുറവല്ലേ?
ജനങ്ങൾ പറഞ്ഞ്, പൊന്നു തമ്പുരാനെ, അങ്ങയുടെ അച്ഛൻ പോയി ദേവാസുര യുദ്ധം ചെയ്ത് രാജ്യം കടം കയറി മുടിഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കരം പിരിച്ചിട്ട് ഞങ്ങൾക്ക് കൃഷി ഇറക്കാൻ നിവൃത്തിയില്ല. കൃഷി ഇറക്കി കിട്ടുന്ന വിഭവത്തിനകത്ത് കരം പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭൂമിയൊന്നും കൃഷി ചെയ്യാതെ വെറും തരിശ് ഭൂമിയായിട്ട് ഇട്ടേക്കാണ്. ശ്രീരാമൻ നോക്കിയപ്പം കരം കൂട്ടണമെന്ന് മന്ത്രി, കരം കൂട്ടണമെന്ന് ഫൈനാൻസ് സെക്രട്ടറി, കരം കുറക്കണമെന്ന് ജനങ്ങൾ. രണ്ടിൻ്റെയും മധ്യത്തിലൂടെ ശ്രീരാമൻ തീരുമാനമെടുത്തു. അദ്ദേഹം പറഞ്ഞു, 20% ഓഫ് ദ പ്രൊഡ്യൂസ് ഈസ് ടാക്സ്, 20% ഇൻകം ടാക്സ്. നിങ്ങളുടെ പുരയിടത്ത് നിങ്ങൾ കൃഷി ചെയ്ത് 100 പറ നെല്ലുണ്ടാക്കിയാൽ 20 പറ നെല്ല് രാഷ്ട്രത്തിന് കൊടുക്കണം, 80 പറ നിങ്ങൾക്ക് എടുക്കാം. അതേ സ്ഥലത്ത് നിങ്ങൾ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചാൽ നിങ്ങൾ 200 പറ നെല്ലുണ്ടാക്കിയാൽ 40 പറ നെല്ല് രാഷ്ട്രത്തിന് കൊടുത്തോണം, 160 പറ നിങ്ങൾക്ക് എടുക്കാം. ഈ 20% ഓഫ് ദ പ്രൊഡ്യൂസ് ഈസ് ടാക്സ് എന്ന് പറഞ്ഞതോടുകൂടി ജനങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അയോധ്യ സമ്പൽ സമൃദ്ധമായ സസ്യശ്യാമളമായ രാജ്യമായി മാറി. ഈ കഥയാണ് നമ്മളൊരു ബലാത്സംഗ കഥയായി കേൾക്കുന്നത്. അഹല്യ യോധവൻ്റെ ഭാര്യയായിരുന്നു. ദൈവേന്ദ്രൻ അവളെ കടന്നു പിടിക്കാൻ നോക്കി. അവസാനം അഹല്യയെ ശപിച്ച് പാറയാക്കി. ത്രേതായുഗത്തിൽ ശ്രീരാമൻ വന്ന് ചവിട്ടിയപ്പോൾ അതിനകത്തുനിന്ന് അഹല്യയും തിരിച്ചു വന്നു എന്നൊരു കഥയാണ് ഇത്. ശ്രീരാമൻ്റെ അഗ്രികൾച്ചർ പോളിസിയെപ്പറ്റി സംസ്കൃതത്തിൽ വ്യംഗ്യാർത്ഥ പ്രയോഗത്തിൽ പറയുന്ന ഒരു കഥയാണ്. ഒറിജിനൽ രാമായണത്തിൽ പറയുന്ന ചവിട്ടുന്നില്ല കേട്ടോ. അഹല്യ മറ്റേതൊക്കെ ഒരു മൂടൽ മഞ്ഞൂൽ ഇരിക്കുകയായിരുന്നു. ശ്രീരാമൻ പ്രവേശിച്ച മൂടലഞ്ഞ് മാറി അഹല്യഞ്ഞ് പുറത്തു വന്നു. അതാണ് ഒറിജിനൽ വാൽമീകിയുടെ രാമായണത്തിലെ കഥ. അപ്പോൾ എന്താണ് ഈ കഥ? അഹല്യ എന്ന് പറഞ്ഞാൽ ഹല്യം ചെയ്യപ്പെടാത്ത ഭൂമി. ഹലോ എന്ന് പറഞ്ഞാൽ കലപ്പ കൊണ്ട് ഉഴുതുമറിക്കാത്ത ഭൂമി. ഭൂമി ഉഴുതുമറിക്കാത്തതിനാൽ, ഹലായുധം ഉപയോഗിക്കാത്തതിനാൽ പാറ പോലെ കിടക്കുകയായിരുന്നു. അവിടെ ദേവേന്ദ്രൻ മഴയുടെ ദേവനാണ്. ദേവേന്ദ്രൻ വന്ന് മഴ പെയ്ച്ചു നോക്കി, ഇടി പെയ്ച്ചു നോക്കി, ഒന്നും സംഭവിച്ചില്ല. ഗൗതമൻ, ഗൗ എന്ന് പറഞ്ഞാൽ ഭൂമി, തമ്മൻ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ, ഗൗതമൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥനായ കർഷകൻ ഉഴുതുമറിക്കാത്തതിനാൽ, ഗൗതമൻ ഉഴുതുമറിക്കാത്തതിനാൽ ഭൂമി പാറയായി കിടക്കുകയായിരുന്നു. ദേവേന്ദ്രൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ശ്രീരാമൻ തൻ്റെ അഗ്രികൾച്ചർ പോളിസിയിലൂടെ അയോധ്യയെ സമ്പൽ സമൃദ്ധമായ സുന്ദരമായ ഭൂമി, കാർഷിക ഭൂമിയാക്കി മാറ്റി. അഗ്രികൾച്ചർ റവല്യൂഷൻ്റെ കഥയാണ് ഈ പറയുന്നത്. 400 വർഷത്തിന് മുമ്പ് അമ്പലപ്പുഴ രാമായണം മുഴുവൻ പടങ്ങളായിട്ട് വരച്ചാണ് ചിത്രരാമായണം. ഈ ചിത്രരാമായണത്തിൽ രാമൻ പാറയെ ചവിട്ടുന്നില്ല. കാരണം മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ ഒരു സ്ത്രീ പാറയെ കിടക്കുമ്പോഴും സ്ത്രീയെ ചവിട്ടാൻ പാടില്ല. അതുകൊണ്ട് വലത്തെ കാലിങ്ങനെ പൊക്കി ഇടത്തെ കൈ കൊണ്ട് ഈ കാലിനടി തട്ടുമ്പോൾ കുറേ മണൽത്തരി വന്ന് ഈ പാറയിൽ വീണിട്ട് ആ പാറയിൽ നിന്ന് അഹല്യ പുറത്തേക്ക് വരുന്നതായിട്ടാണ് ചിത്രരാമായണത്തിലെ കഥ. ഇപ്പോൾ ചിത്രരാമായണം മുഴുവൻ കേരള യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1000 രൂപ കൊടുത്താൽ 1000 ചിത്രങ്ങളായിട്ട് രാമായണ കഥ മുഴുവൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 400 വർഷത്തിന് മുമ്പ് കേരളത്തിൽ സ്ത്രീകൾ എത്രമാത്രം ബഹുമാനിക്കപ്പെട്ടിരുന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ചിത്രരാമായണത്തിൽ അഹല്യ ചവിട്ടാത്തത്. അപ്പോൾ എന്താണ് ഈ അഹല്യയുടെ കഥ? അഹല്യയുടെ കഥയെന്ന് പറഞ്ഞാൽ ഊഷരഭൂമിയായി പാറയെ പോലെ കിടന്ന ഒരു അയോധ്യയെ സസ്യശ്യാമളമായ സുന്ദരിയായ അയോധ്യയെ ശ്രീരാമൻ മാറ്റിയത് എങ്ങനെയാണ്? പ്രകൃതിയെ രക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? പ്രകൃതിക്ക് ടാക്സേഷൻ നടത്തേണ്ടത് എങ്ങനെയാണ്? ഹിന്ദു രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചപ്പോൾ ടാക്സ് 20%. ഡൽഹി സുൽത്താൻമാർ ഭരിച്ചപ്പോൾ 36%. മുഗളന്മാർ ഭരിച്ചപ്പോൾ 46%. ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ 58%. ഇന്ത്യയെ ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു. 44 ട്രില്യൺ US$ വർത്ത് ഓഫ് മണി ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയി. ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഇന്ത്യ ദരിദ്ര രാഷ്ട്രമായി മാറി ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം. അപ്പോൾ ശ്രീരാമൻ കാണിക്കുന്ന പ്രകൃതി സംരക്ഷണം എങ്ങനെയാണ്? രാമായണം വായിക്കുമ്പോൾ ശ്രീരാമൻ രാജ്യത്തിൽ എന്ത് സംഭവിക്കുന്നു മഹർഷി പറയുന്നത് കേട്ടിട്ടില്ലേ? ശ്രീരാമൻ രാജ്യത്തിൽ പോയാൽ 9 നിറത്തിലുള്ള പൂക്കൾ റോഡിലെല്ലാം കാണാം. എങ്ങോട്ട് നോക്കിയാലും സസ്യശ്യാമളമായ സസ്യലതാദികൾ കാണുന്നു. ഹിന്ദി പറഞ്ഞ ഹരിയാനി തോ ഹരിയാനി ഹേ, സസ്യശ്യാമളമായ അയോധ്യ, സുന്ദരമായ പൂക്കൾ. റോഡിൽ ഒരിടത്തും വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ആരും ഇട്ടിട്ടില്ല. അത് മുഴുവൻ രാഷ്ട്രം ശ്രീരാമൻ്റെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി സംസ്കരിക്കുകയാണ്. റോഡ് മുഴുവൻ വേസ്റ്റുള്ള മലയാളി രാമായണം വായിക്കണം. എങ്ങനെയാണ് ശ്രീരാമൻ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തത്? വേസ്റ്റ് വാട്ടർ പോകാൻ എന്ത് ചെയ്തു? ഓടകളെ ക്ലിയറാക്കി റോഡിലെ ഓടകൾ പോകാനായിട്ട് സമ്മതിച്ചു. വഴിയെ നടക്കുന്ന ആളുകൾക്ക് റോഡ് മുഴുവൻ തണൽ കിട്ടാൻ വേണ്ടി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. നമ്മളൊക്കെ അശോകൻ്റെ കഥ കേട്ടുള്ള കഥ, ഒറിജിനലി ഇത് നടത്തിയത് ശ്രീരാമനാണ്. അപ്പോൾ പ്രകൃതി എങ്ങനെ സംരക്ഷിക്കണമെന്ന് അവതാരം നമ്മെ പഠിപ്പിക്കുന്നു.
അടുത്ത അവതാരം ആരാണ്? ബലരാമൻ. ബലരാമൻ എന്ന് പറഞ്ഞാൽ കലപ്പയേന്തിയ കർഷകനാണ്. പണ്ടത്തെ കോൺഗ്രസിൻ്റെ അടയാളമായിരുന്നു കലപ്പയേന്തിയ കർഷകൻ. ഇതാണ് ബലരാമൻ. ബലരാമൻ എന്താ സംഭവം? ബലരാമൻ വളരെ ഭംഗിയായി കാർഷിക വ്യവസ്ഥ സമ്പൽ സമൃദ്ധിയൊക്കെ ആളാണ്. ആ മഴ വെച്ച് വെട്ടി ഇറിഗേഷൻ കനാൽ ഉണ്ടാക്കിയ കഥ നമ്മൾ ഭാഗവതത്തിൽ വായിക്കുന്നു. ബലരാമന് ഒരു രാജ്യം ഭരിക്കാനുള്ള അവസരം കിട്ടി. എങ്ങനെയാണ്? ദ്വാരക ഉൾപ്പെട്ട ഭൂപ്രദേശം കുശസ്ഥലി എന്നൊരു സ്ഥലമായിരുന്നു. അവിടുത്തെ രാജാവായിരുന്നു രേവന്തൻ. രേവന്തന് 4 മക്കൾ, 3 ആൺമക്കൾ, ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടി രേവതിയെ ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം? രേവന്തൻ എന്ത് ചെയ്തു? ബ്രഹ്മാവിനോട് സംശയം ചോദിച്ചു. നമ്മളൊക്കെ മാരേജ് ബ്രോക്കറുടെ അടുത്ത് പോകും. ഇയാൾ ബ്രഹ്മാവിനോട് ചോദിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ പോവാണോ? ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന് ചേട്ടൻ കൊണ്ട് കെട്ടിക്കാൻ പോകും. അങ്ങനെ രേവന്തൻ മകൾ രേവതിയെ കൊണ്ട് ബലരാമനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അപ്പോൾ രേവന്തൻ രാജ്യം 4ആയി ഭാഗിച്ച് 4-1 രേവതിക്ക് സ്ത്രീധനം കൊടുത്തു. രേവതിക്ക് സ്ത്രീധനം കൊടുത്ത സ്ഥലമാണ് ഈ ദ്വാരക. അവിടെ ബലരാമനും ശ്രീകൃഷ്ണനും യാതൊരു പങ്കുമില്ല. ആ രാജ്യത്തിൻ്റെ ഭരണം ഭാര്യയുടെ സ്ത്രീധന പണമാണ്. പക്ഷേ ഈ ദ്വാരകയെ ഓർഗനൈസ് ചെയ്തപ്പം ബലരാമൻ തൻ്റെ കാർഷികമായ കഴിവെടുത്ത് പ്രയോഗിച്ചിട്ട് ദ്വാരക മുഴുവൻ സസ്യശ്യാമളമായ ഒരു രാജ്യമാക്കി മാറ്റി. കലപ്പയേന്തിയ കർഷകൻ ആ നാടിനെ സമ്പൽ സമൃദ്ധമായ ഭക്ഷ്യസുരക്ഷയുള്ള ഒരു രാജ്യമാക്കി മാറ്റി. ഇന്ന് ഇന്ത്യയുടെ 142 കോടിയിൽ 40 കോടി ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഒരു ദിവസം ഒരു നേരത്തെ ആഹാരം കഴിക്കുന്ന ഉറപ്പില്ല. 2 കോടി ഇന്ത്യക്കാർ ഫുഡ് സെക്യൂരിറ്റി ഇല്ല. ഒരു ദിവസം ഒരു നേരം ആഹാരം കിട്ടുന്ന ഉറപ്പില്ലാത്തവരാണ് 142 കോടി ഇന്ത്യക്കാരിൽ 2 കോടി ജനം. നമ്മൾ ലോകത്ത് വലിയ ശക്തി എന്നൊക്കെ പ്രസംഗിക്കാം, ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്. പക്ഷേ ബലരാമൻ ദ്വാരകയുടെ ഭരണാധികാരി, ഭാര്യയുടെ കെയർ ഓഫിലാണ് എങ്കിലും ആ ദ്വാരകയിൽ ആരും പട്ടിണിയുടെ കഥാവസ്ഥ ഉണ്ടാക്കി. ദ്വാരകയിൽ പ്രകൃതിയെ സംരക്ഷിച്ചു, വനങ്ങൾ സംരക്ഷിച്ചു. ഇപ്പോഴും ദ്വാരക, ഞാൻ ഗുജറാത്തിൽ ദ്വാരക കാണാൻ പോയി. ദ്വാരക കടലിനടിയിലാണ് എങ്കിലും അവിടുത്തെ ഓരോ സ്ഥലത്തിലുമാണ്. ഇത് ബലരാമൻ പണിയിച്ച പൂന്തോട്ടമാണ്, ഇത് രേവതിയുടെ പൂന്തോട്ടമാണ്. ഇപ്പോൾ ചെന്നാലും കാണാം നിങ്ങൾക്കൊക്കെ. അതാണ് പ്രകൃതി സംരക്ഷിച്ചിട്ടുള്ള, കൃഷി സംരക്ഷിച്ചുകൊണ്ടുള്ള ബലരാമൻ്റെ അഡ്മിനിസ്ട്രേഷൻ. ബലരാമൻ വലിയ ഗതായുദ്ധ വീരനായിരുന്നു. ഗതായുദ്ധത്തിൽ വളരെ മിടുക്കനാണ്. കലപ്പയെ പോലെ തന്നെ ഗതയെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. അത് കഴിഞ്ഞ് 9ാമത്തെ അവതാരം ഭഗവാൻ കൃഷ്ണൻ, പൂർണ്ണ അവതാരം. ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ പൂർണ്ണമല്ല, അപൂർണമാണ്. ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചു. ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ച ശേഷം ഭഗവാൻ കൃഷ്ണൻ 4 പ്രവർത്തന മേഖലകളാണ്. ആദ്യം ചെറുപ്പത്തിൽ യശോദാമ്മയോടൊപ്പം ആ ചെറിയ ഗ്രാമത്തിൽ താമസിക്കാം. അവിടുന്ന് ഭഗവാൻ കൃഷ്ണൻ അടുത്ത സ്റ്റേജ്, അദ്ദേഹത്തിൻ്റെ മധ്യകാലഘട്ടം എത്തിയപ്പോഴേക്കും അദ്ദേഹം ഗോകുലത്തിൽ നിന്ന് പതുക്കെ വൃന്ദാവനത്തിലേക്ക് എത്തുകയാണ്. വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ കൃഷ്ണൻ മധുരയിലെത്തുന്നു. കംസനെ കൊന്ന് മുത്തച്ഛനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷിക്കാൻ. അതിനുശേഷം ചേട്ടനോടൊപ്പം ചേട്ടൻ്റെയും ചേട്ടത്തിയുടെയും രാജ്യത്തിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ദ്വാരകയിലെത്തുകയാണ്. ഭഗവാൻ കൃഷ്ണൻ ബാലവാടിയിൽ നിന്ന് അദ്ദേഹം വൃന്ദാവനത്തിൽ പോയ ശേഷം ഒരിക്കലും ജനിച്ച ബാലവാടി തിരിച്ചു പോയില്ല. വൃന്ദാവനത്തിൽ നിന്ന് മധുരയിൽ പോയ ശേഷം ഒരിക്കലും ഭഗവാൻ കൃഷ്ണൻ തിരിച്ച് നന്ദാവനത്തിൽ പോയില്ല. മധുരയിൽ നിന്ന് ഭഗവാൻ ദ്വാരകയിൽ പോയ ശേഷം ഒരിക്കലും ഭഗവാൻ തിരിച്ച് മധുരയിൽ പോയില്ല. അപ്പോൾ ജനിച്ചു വളർന്ന ഗ്രാമത്തോണ്ട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ല. ഭഗവാൻ കൃഷ്ണൻ നമ്മളൊരു കാര്യം പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ എപ്പോഴും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിൽ പോകാവും. ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ച് മറ്റേ സ്ഥലത്ത് പൊക്കളയത്. അതുകൊണ്ട് ബാലവാടിയിൽ നിന്ന് നന്ദാവനത്തിൽ പോയി തിരിച്ചൊരിക്കലും ബാലവാടിയിൽ പോയില്ല. നന്ദാവനത്തിൽ നിന്ന് മധുരയിൽ പോയി ഒരിക്കലും നന്ദാവനം തിരിച്ചു പോയില്ല. മധുരയിൽ നിന്ന് ദ്വാരകയിൽ പോയി ഒരിക്കലും തിരിച്ച് മധുരയിൽ പോയില്ല. മനുഷ്യൻ എപ്പോഴും ഫോർവേഡ് ലുക്കിങ് ചെയ്യണം, മുമ്പോട്ട് നോക്കി യാത്ര ചെയ്യണം. അല്ലാതെ കഴിഞ്ഞു പോയ കാലവും പണ്ട് ആ കഷ്ടപ്പാടായിരുന്നു, പണ്ടവൻ എന്നോട് ഇങ്ങനെ ഇത് വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഗോ ഫോർവേഡ്, ബി ഓപ്റ്റിമിസ്റ്റിക്. ഈ വലിയ തത്വം നമ്മളെ പഠിപ്പിക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ ജീവിതത്തിൽ 4 തവണ വിശ്വരൂപം കാണിച്ചു. ആ 4 വിശ്വരൂപവും പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിശ്വരൂപങ്ങളാണ്. ഏറ്റവും ആദ്യം ഭഗവാൻ വിശ്വരൂപം കാണിക്കുന്നത് വളർത്തമ്മ യശോദാമ്മയുടെ അടുത്താണ്.
ഉരുളെല്ലാം തള്ളിയിട്ട് പൊട്ടിച്ച് നാശം ഉണ്ടാക്കി നമ്മുടെ വെണ്ണയുള്ള കലവടിച്ച് പൊട്ടിച്ച് ഭയങ്കര കുസൃതി ചെറുപ്പത്തിൽ. അപ്പം ഡോക്ടർമാരും ശാസ്ത്രന്മാർ പറയുന്നത് എന്താണ്? നോട്ട്നെസ് ഈസ് ദ ഫസ്റ്റ് സൈൻ ഓഫ് ഇൻ്റലിജൻസ്. ഒരു കുട്ടി കുസൃതി ഉള്ളവനാണെങ്കിൽ അവൻ അപാരം ബുദ്ധിയുള്ളവനാണ്. അല്ലാതെ വെറുതെ ഒരു കസര കയറി അടങ്ങി വളരെ മര്യാദക്കാരൻ പയ്യും വെറുതെ കട്ടിരിക്കുക, മൊണ്ണാസ് നമ്പറാണ്. ആ കുട്ടിയെ കൊണ്ട് ഭൂമിയിലൊന്നും സംഭവിക്കുകയില്ല. അപ്പോൾ ഈ നോട്ട്നെസ് ഈസ് സൈൻ, അതാണ് ഭഗവാൻ കൃഷ്ണ കുസൃതി. ഈ കുസൃതി ദേഷ്യം വന്നിട്ട് യശോദാമ്മ വടിയെടുത്ത് അടിയാൻ ഭഗവാൻ അങ്ങ് തുറന്ന് കാണിച്ചു. അതാണ് ആദ്യത്തെ വിശ്വരൂപം. വളരെ പ്രകൃതിരമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് യശോദ അമ്പരന്നു. യശോദയ്ക്ക് മനസ്സിലായി കൊച്ചു കുട്ടിയല്ല, ഭഗവാന്റെ അവതാരമാണെന്ന് മനസ്സിലായി. രണ്ടാമത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചപ്പോഴാണ് മഹാഭാരത യുദ്ധം ഒഴിവാക്കണം. ഭഗവാൻ ദുര്യോധനൻ്റെ അടുത്ത് പോയി സന്ധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ദുര്യോധനനും ശകുനിയും കൂടെ ഒരു പ്ലാൻ ഇട്ടു. നമുക്ക് ഈ ഭഗവാൻ കൃഷ്ണനെ അറസ്റ്റ് ചെയ്യാം. ഇയാളുടെ കെയർ ഓഫിലാണ് ഈ പാണ്ഡവന്മാർ കളിക്കുന്നത്. ഭഗവാൻ കൃഷ്ണനെ അറസ്റ്റ് ചെയ്തെങ്കിൽ സെൻട്രൽ ജയിലിലിട്ടാലേ ഈ കളിയൊന്നും നടക്കില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ദുര്യോധനനും ശകുനിയും കണ്ണും എല്ലാം കൂടെ വരികയാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ വിശ്വരൂപം കാണിച്ചു. ദ്രംഷ്ടങ്ങളും 1000 ഇതൊക്കെ ഉള്ള രൂപങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടു പോയി. ദുര്യോധനനും ശകുനിക്കും മലമൂത്ര വിസർജനമുണ്ടായി. ഭയപ്പെട്ടു പോയി വിസർജനം. മൂന്നാമത്തെ വിശ്വരൂപം എവിടെയാണ്? ഭഗവത്ഗീതയുടെ 11-ാം അധ്യായത്തിൽ അർജുനൻ പറയുന്നു, ഭഗവാനെ, അങ്ങ് ഭഗവാനാണെന്ന് എനിക്കറിയാം, നമ്മൾ നരനാരായണന്മാരാണെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങ് ആ വിശ്വരൂപം ഒന്ന് കാണിച്ചിട്ടോ. ഭഗവാൻ പറഞ്ഞു, നിന്നെക്കൊണ്ടത് കാണാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും നിൻ്റെ കപ്പാസിറ്റി കൊണ്ടുതരാമെന്ന് കുറച്ച് കപ്പാസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി 15 ശ്ലോകം ചൊല്ലി നിൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ്. ആകാശഗോളങ്ങളും സൂര്യഭഗവാനൊക്കെ ഉള്ള വലിയൊരു വിശ്വരൂപം. ലോകത്തിൽ ആദ്യമായി ആറ്റം ബോംബ് പൊട്ടിച്ചു. K-25 മെക്സിക്കോയിൽ പൊട്ടിക്കുകയാണ്. ശാസ്ത്രജ്ഞന്മാരെല്ലാവരും 8 കിലോമീറ്റർ ദൂരം ഒരു ഇരുമ്പ് ഗോപുരത്തിൽ കയറി ഇരിക്കുകയാണ്. ആറ്റം ബോംബും കൊണ്ട് പൊട്ടിയപ്പോൾ ലോകത്തിൽ ആദ്യത്തെ ആറ്റം ബോംബാണ്. അത് കണ്ട ജർമ്മൻ ശാസ്ത്രജ്ഞ ഓപ്പൻഹീമർ, ഇതിനെ വർണ്ണിക്കാൻ ജർമ്മൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലൊന്നും വാക്ക് കിട്ടിയില്ല. അയാൾ പെട്ടെന്ന് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിലെ കോടി കോടി സൂര്യപ്രഭ എന്ന് പറയുന്ന സംസ്കൃത ശ്ലോകമാണ് ഉദ്ധരിക്കുന്നത് ഓപ്പൻഹീമർ. അടുത്ത കാലത്ത് ഓപ്പൻഹീമറുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഇത് ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഭഗവത്ഗീത എന്ന്. അദ്ദേഹം സംസ്കൃതം പഠിച്ച ആളായിരുന്നു ഓപ്പൻഹീമർ. അദ്ദേഹം ഈ ഭഗവത്ഗീത ഉദ്ധരി ലോകത്തിലെ ഒരു ഭാഷയിലും ആറ്റമോ പൊട്ടിച്ച് വിവരിക്കാൻ കഴിയുമായിരുന്നില്ല. 4-ാമത് ഭഗവാൻ വിശ്വരൂപം കാണിക്കുകയാണ്. ഭീഷ്മർ ശരശയെ കിടക്കുകയാണ്. ഭീഷ്മർക്ക് ഉത്തരായന കാലത്ത് മാത്രമേ മരിക്കാൻ പറ്റൂ. ഭഗവാൻ അറിയാം. വിൻ്റർ സോൾസ്റ്റീസ് ഡിസംബർ 22-ന്, ഇപ്പം ക്രിസ്മസ് എന്ന് പറയപ്പെടുന്ന സാധനം, ഇപ്പം നമ്മൾ മകരസംക്രാന്തി എന്ന് പറയുന്ന സാധനം, അന്നാണ് ഉത്തരായന കാലം അങ്ങോട്ട് തുടങ്ങുന്നത്. അന്നാണ് ഭീഷ്മർ മരിക്കുക. ഭഗവാൻ കൃഷ്ണൻ കറക്റ്റ് ദിവസം ഭഗവാൻ അറിയാം. ഭഗവാൻ നേരെ ഭീഷ്മരുടെ അടുത്ത് വന്നു. ഭഗവാനെ കണ്ടുടനെ ഭീഷ്മർ, എൻ്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാന്റെ അവതാരം എന്ന് എനിക്ക് അറിയാമായിരുന്നു കൃഷ്ണ എന്ന് പറഞ്ഞ ഭാഗവത സപ്താഹങ്ങളിൽ ഏറ്റവും കൂടുതൽ യജ്ഞാചാര്യം വിവരിച്ചു തരുന്ന വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ഭഗവാൻ 1000 പേരുള്ള വിഷ്ണു സഹസ്രനാമം ഭാഗവതത്തിൻ്റെ അതിശ്രദ്ധേയമായൊരു ഭാഗമാണ്. അത് ഓരോ വാക്കെടുത്ത് പഠിക്കണമെങ്കിൽ അതിൻ്റെ ഡെപ്ത് മനസ്സിലാവത്തുള്ളൂ. അങ്ങോട്ട് വർണ്ണിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭീഷ്മരെ, നിനക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു, ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നീ ഈ പരുവത്തിൽ എത്തിയത്. നിനക്ക് ഞാൻ സർവ്വശാന്തിയും തരുകയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ വിശ്വരൂപം കാണിക്കുകയാണ്. അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അനന്തമായ സ്നേഹത്തിൻ്റെ ഒരു വിശ്വരൂപമാണ്. അപ്പോൾ ഇതിനകത്ത് 3 എണ്ണം ഭാഗവതത്തിൽ വരുന്ന വിശ്വരൂപങ്ങളാണ്. ഒരെണ്ണം മാത്രം ഭഗവത്ഗീതയിലാണ് വരുന്നത്. ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഭീഷ്മപർവ്വത്തിന് 25 മുതൽ 47 അധ്യായങ്ങളാണ് ഈ ഭഗവത്ഗീത വരുന്നത്. മറ്റ് 2 ഭാഗവതങ്ങളിലും ഗീത അതേ ഭാഗവതത്തിനകത്താണ്. ഇപ്പോൾ ദേവി ഭാഗവതം വായിച്ചാൽ ദേവി ഭാഗവതത്തിൻ്റെ 7-ാം അധ്യായത്തിലാണ്, 7-ാം സ്കന്ധത്തിലാണ് ദേവി ഗീത. ഭഗവാൻ കൃഷ്ണൻ പറയുന്ന പോലെ ഒരു ഭഗവത്ഗീത ദേവി പറഞ്ഞു കൊടുക്കുകയാണ് 7-ാം സ്കന്ധത്തിൽ. ഇനി ശിവപുരാണം എടുത്തു കഴിഞ്ഞാൽ ശിവഗീത, പരമശിവൻ പറയുന്ന ഭഗവത്ഗീതയുണ്ട്. അത് 7-ാം സ്കന്ധം, ശിവപുരാണത്തിൻ്റെ 7-ാം സ്കന്ധത്തിന് അവസാനമാണ് ശിവഗീത, പരമശിവൻ പറയുന്ന ഗീത. വിഷ്ണു ഭഗവാന്റെ ഭഗവത്ഗീത മഹാഭാരതത്തിൽ വരുന്നു, ഭീഷ്മപർവ്വത്തിൽ വരുന്നു. പക്ഷേ ബാക്കി 2 എണ്ണം ഈ പുരാണത്തിനകത്ത് തന്നെയാണ്. ദൈവഗീത ദേവി ഭാഗവതത്തിനകത്താണ്, ശിവഗീത ശിവപുരാണത്തിനകത്താണ്. പക്ഷേ ഈ ഒരു വിശ്വരൂപം ഒഴിച്ച് ബാക്കി 3 എണ്ണം ഭാഗവതത്തിൽ തന്നെ കാണുന്നത്. പക്ഷേ ഈ 4 വിശ്വരൂപവും വളരെ കൃത്യമായി പ്രകൃതിയാണ്. വളർത്തമ്മയെ കാണിക്കുകയാണ്. വളർത്തമ്മയെ കാണിക്കുമ്പോൾ സുന്ദരമായ നദികൾ, സുന്ദരമായ പൂക്കൾ, സുന്ദരമായ മലമുകൾ, ഭൂമിയിലെ സൗന്ദര്യമുള്ള സംഭവങ്ങൾ അനന്തമായി കാണിക്കുകയാണ്
യശോദാമ്മയെ. കാര്യം യശോദാമ്മയ്ക്ക് ബാക്കിയുള്ള കണ്ട പേടിച്ചു പോകും യശോദാമ്മ. അമ്മയെ പേടിപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മുടെ പ്രകൃതിരമണീയമായ ഒരു വിശ്വരൂപമാണ് യശോദയെ കാണിച്ചത്. ദുര്യോധനെ കാണിച്ചപ്പോഴോ കള്ള റാസ്കലാണ്, അവനെ പേടിപ്പിക്കണം. പ്രകൃതിയിലെ ഭയങ്കര ഭീകരമായൊരു വിശ്വരൂപമാണ് ദുര്യോധനെ കാണിച്ചത്. എന്നാൽ അർജുനനെയോ മഹത്തായ ഭഗവത്ഗീതയുടെ സാരം മനസ്സിലാക്കാൻ അവൻ്റെ മനസ്സിന് ജ്ഞാനവും ദൈവത്തിന് അനന്തതയും പറഞ്ഞ് മനസ്സിലാക്കണം. അതിനാണ് 11-ാം അധ്യായത്തിലെ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ മരണാസന്നനായി ഏതാനും മിനിറ്റുകൾക്ക് മരിക്കാൻ പോകുന്ന ഭീഷ്മർക്ക് പ്രപഞ്ചത്തിൻ്റെ അനശ്വരതയും ലോകത്തിൻ്റെ മഹത്വവും മനസ്സിലാക്കാനുള്ള മഹത്തായ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ 4 വിശ്വരൂപങ്ങളിലും പ്രകൃതിയെ ഭഗവാൻ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പ്രകൃതിയെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സുന്ദരമായ സംഭവമാണ്. ഇനി ഭഗവാൻ പ്രകൃതി സംരക്ഷണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 5-8 കഥകളുണ്ട്, നമുക്ക് പറയാൻ സമയമില്ല. അതിൽ ഒരെണ്ണം എടുക്കാം. അത് കാളിയൻ്റെ കഥയാണ്. കാളിയൻ വന്നിട്ട് കാളന്തി നദി യമുനാ നദിയുടെ ഒരു ബ്രാഞ്ചാണ്. യമുനാ നദി വലിയൊരു നദിയാണ്, പക്ഷേ യമുനാ നദിയുടെ ഒരു ചെറിയ ബ്രാഞ്ചാണ് ഈ കാളന്തി നദി. അതിൻ്റെ തീരത്ത് ഭഗവാനൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ കാളിയൻ്റെ വിഷം, നാട് മുഴുവൻ വിഷം കലക്കുകയാണ്. ഭഗവാൻ എന്ത് ചെയ്തു? ഒരു മരത്തിൻ്റെ മുകളിലോട്ട് കയറി, ആൽമരത്തിൻ്റെ മുകളിലോട്ട് കയറി ഒറ്റ ചാട്ടം ഈ കാളിയൻ്റെ തലയിലോട്ട്. എന്നിട്ട് കാളിയ മർദ്ദനാണ്. 10 തലയിലോട്ട് ചവിട്ടി കാളിയനെ പരുവാക്കാൻ. അപ്പോൾ കാളിയൻ 2 ഭാര്യമാരുണ്ടായിരുന്നു. 2 ഭാര്യമാരും വന്ന് പറഞ്ഞു, ഭഗവാനെ, ഭർത്താവിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട. കാളിയന് 4 മക്കളുണ്ടായിരുന്നു. 4 മക്കളും കൂടെ ഓടി വന്നു, ഭഗവാനെ, അപ്പനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞാൽ കൊല്ലാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് ഈ ഈ വിഷമൊക്കെ തന്നിട്ടുണ്ട്, നല്ല കാര്യത്തിന് നീ ഉപയോഗിച്ചോണം, പ്രകൃതിയെ നശിപ്പിക്കാൻ ഉപയോഗിച്ചോളായിരുന്നു. നിന്നെ ഞാൻ കൊല്ലുന്നൊന്നുമില്ല, പക്ഷെ നീ ഇവിടുന്ന് കടൽ കടന്നു പോയി രമണക ദ്വീപിൽ പോയി താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കാളിയൻ ഭാര്യയും മക്കന്മാരെ കൂട്ടി രമണക ദ്വീപിൽ പോയി. നമ്മൾ ബേ ഓഫ് ബംഗാളിൽ ഇറങ്ങി, പസഫിക് സമുദ്രത്തിൽ ഇറങ്ങി, പസഫിക് അങ്ങേറ്റത്ത് ഫിജി എന്നൊരു ദ്വീപസമൂഹമുണ്ട്. ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഹിന്ദുക്കളാണ് എൻ്റെ പ്രൈം മിനിസ്റ്ററൊക്കെ, ചാറ്റർജി, മുഖർജിയൊക്കെ. അവിടെ ചെന്നാൽ അവിടെ ഒരു രമണ ദ്വീപുണ്ട്. അവിടുത്തെ ആളുകൾ പറയുന്നത് ഞങ്ങൾ കാളിയന്മാരാണ്, ഞങ്ങളെ ഭഗവാൻ കൃഷ്ണൻ, ഞങ്ങളുടെ അപ്പന്മാരെ ഭഗവാൻ കൃഷ്ണൻ കാളിന്തി തീർന്ന് ഓടിച്ചാണെന്ന് അവർ പറയുന്നത്. ഇവിടുന്ന് 4000 യോജനയ്ക്കപ്പുറം രമണ ദ്വീപ് എന്നൊരു ദ്വീപിൽ കാളിയൻ എന്ന് പറയുന്ന മുത്തച്ഛൻ്റെ മക്കളെ കാളിയന്മാരുടെ ജനവിഭാഗം. ഇപ്പം 21 നൂറ്റാണ്ട് നമ്മൾ പോയി കാണുമ്പോൾ ഭാഗവതം വായിക്കുമ്പോഴാണ് ഇതെന്തൊരു ഐഡൻറ്റിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കടൽ കടന്ന് കാളിയനെ അയക്കാൻ ഈ കാളിയ മർദ്ദനം വളരെ ഭംഗിയായിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ നോട്ടീസ് കണ്ടപ്പോൾ ഇവിടെ നാരായണീയം ജപിക്കുന്നു എന്ന് കേട്ടു. ഗംഭീരം പുസ്തകമാണ്. 11,000 ശ്ലോകമുള്ള ഭാഗവതത്തെ 1000 ശ്ലോകം, ഒരു അവതാരത്തിന് 100 ശ്ലോകം വെച്ചിട്ട് മേൽപ്പത്തൂർ നാരായണ സ്വാമിയുടെ ഭട്ടതിരിയുടെ ആ ഒരു സമ്മറൈസേഷൻ ഗംഭീരമാണ്. അവിടെ ഈ കാളിയ മർദ്ദനം വിവരിക്കുകയാണ് ഈ മേൽപ്പത്തൂർ. ആ കവിത കേട്ടാൽ തന്നെ യുദ്ധം നടക്കുന്ന അതുപോലെ മനസ്സിലാക്കാൻ പറ്റും. അതദിക്ഷു വിദക്ഷു പദക്ഷുഭിത പ്രമിതോദര വാരി നിതാന്തഭരെ അദഗ ദുദഗ ദുരഗാധിപതി കഥവാർത്ത മശാന്ത രുഷാന്തമാനം. ഞാൻ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ, ഓർമ്മയെന്ന് പറയുന്നതാണ്, തെറ്റുണ്ടെ ക്ഷമിച്ചാണ്. ആ പദ്യം ചൊല്ലുമ്പം തന്നെ അവിടെ യുദ്ധവും ചവിട്ടും ഒക്കെ നടക്കുന്നവർ കാണാൻ പറ്റും. അതാണ് മേൽപ്പത്തൂരിൻ്റെ കഴിവെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കഴിവാണ് നാരായണീയ. അപ്പം അങ്ങനെ കാളിയനെ പരാജയപ്പെടുത്തുകയാണ്. അവിടെ ഇൻഡസ്ട്രി നടത്തുമ്പോൾ അവിടെ പൊല്യൂട്ടൻസ് ഉണ്ടാവാം, അന്തരീക്ഷം പൊല്യൂട്ട് ചെയ്യുന്ന ഗ്യാസ് പുറത്തു വരാം, നദിയെ അശുദ്ധമാക്കുന്ന ലിക്വിഡ്സ് പുറത്തു വരാം. അതെൻ്റെ ബൈ പ്രോഡക്റ്റാണ്. പക്ഷെ കാളിയനോട് പറയുന്നു, നിനക്കൊരു വിഷം തന്നിട്ടുണ്ട്, അത് നിനക്ക് ജീവിക്കാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. ആയതിനാൽ നീ കാണിച്ച പരിപാടി ഉണ്ടല്ലോ, ഇവിടെ പറ്റിയല്ല, നീ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ കാളിയനെ ഭഗവാൻ കൃഷ്ണൻ ഓടിച്ചു. ഇപ്പോൾ ഈ കാളിനദി തീരത്ത് ചെന്നാലോ 52 ഫാക്ടറി ഉണ്ട്. അതിലൊരു 22 എണ്ണവും കാളിനദിയിലോട്ട് വിഷം ഒഴുക്കുകയാണ്. ഇപ്പം ഭഗവാൻ വൃത്തിയാക്കിയ കാളിന്തി നദി അന്ന് ഭഗവാൻ കണ്ടതിനേക്കാളും കറുത്തിട്ടുണ്ട്. ഞാൻ ഈ കാളിന്തി നദി പോയി കണ്ടിട്ടുണ്ട്. കറുത്ത വെള്ളമാണ്. അവിടുത്തെ 3 ഫാക്ടറി ഉണ്ട്. ഒരു ചെരുപ്പ് ഫാക്ടറിയും വേറൊരു കെമിക്കൽ ഫാക്ടറി ഉണ്ട്. കാളിയൻ ശുദ്ധമാക്കിയ കാളിന്തി നദി, ഈ കാളിയനിൽ നിന്ന് ഭഗവാൻ ശുദ്ധമാക്കിയ കാളിന്തി നദി ഇന്ന് കാളിയനുള്ള കാലത്തെക്കാളും കറുത്തിരുണ്ട് ഒഴുകുകയാണ്. ഭഗവാൻ നമ്മളോട് പറയുന്നു, പ്രകൃതിയെ നശിപ്പിക്കാൻ നമുക്ക് ആശയമില്ല, അന്തരീക്ഷത്തെയും നദിയെയും നശിപ്പിക്കാൻ പാടില്ല.
ഡൽഹി പട്ടണം ചെന്നാൽ അറ്റ്മോസ്ഫിയറിക് വായു മുഴുവൻ മലിനീകരണമാണ്. ഇത് ചെയ്യാൻ നമുക്ക് അവകാശമില്ല. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഭഗവാനെ പറ്റി കേട്ടിട്ടുള്ളൊരു ചീത്ത കഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടുത്തെ സ്ത്രീകളുടെ വസ്ത്രമെല്ലാം കവർന്നെടുത്തൊരു മരത്തിൻ്റെ മണ്ടയിൽ കയറുന്നൊരു കഥയുടെ അർത്ഥം അറിയാതെ പലരും ഭഗവാനെ വഴക്ക് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. ഞാൻ ഈ സ്ഥലം കാണാൻ പോയി. ഇതെന്താ സംഭവം എന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഭഗവാൻ ഈ സംഭവം നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ കുളിക്കാൻ വന്നാൽ അവിടെ കരയിലൊരു തിട്ടമുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ വസ്ത്രമൊക്കെ ഊരി വെച്ചിട്ട് ഒരു 25 അടി നടന്നെങ്കിലേ ഈ വെള്ളത്തിനടുത്ത് എത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നേരെ ഈ സ്ത്രീകൾ കുളിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഒരു 5-8 മരം, ഇപ്പോഴൊരു 10-100 മരമുണ്ട്. ആ മരത്തിൻ്റെ ചില്ലുകൾക്കിടയിൽ കയറി ഒരു പുരുഷൻ ഒളിച്ചിരുന്നാൽ ഈ വരുന്ന സ്ത്രീകളുടെ മുഴുവൻ നഗ്നത കാണാൻ പറ്റും. അപ്പോൾ സ്ത്രീകളോട് ഭഗവാൻ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ വസ്ത്രം ഇവിടെ ഒഴിഞ്ഞു വെച്ചിട്ട് കംപ്ലീറ്റ് നടന്ന് അങ്ങോട്ട് പോയാൽ കുളിച്ച് കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേന് നിങ്ങളുടെ ഫ്രണ്ടും ബാക്കും ഒക്കെ കംപ്ലീറ്റ് നല്ല പോർണോഗ്രാഫിക് ഫിലിം പോലെ ഈ മരത്തിൽ കയറിയിരിക്കുന്ന ഏത് കുസൃതിയുള്ള പുരുഷനും മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നിന്ന് അവരെ വഴിതിരിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവിടെ വസ്ത്രം എടുത്ത് മാറ്റിയ ശേഷം കരയ്ക്ക് കയറി ഒന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. സ്ത്രീകളോട് പറഞ്ഞു, ഇനിമേലാൽ ഇത് പാടില്ല, നിങ്ങൾ വസ്ത്രം എടുത്തുകൊണ്ടേ കുളിക്കാൻ പോകും. നിങ്ങളുടെ വീട്ടിൽ കുളിക്കുന്നവരല്ല, കടവിൽ കുളിക്കുന്നത്. അങ്ങനെ ആ ദേശത്തെ സ്ത്രീകൾക്ക് നഗ്നത മറച്ചുകൊണ്ട് വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ ചെയ്തത്. ഞാൻ ആ സ്ഥലത്ത് പോയി കണ്ടോണ്ടാണ് എനിക്ക് മനസ്സിലായത്. അവിടെ ചെന്നവിടുത്തെ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ കാര്യം പിടിയിട്ടേ. ഈ സ്ത്രീകൾ ഈ വസ്ത്രം ഊരി വെച്ചിട്ട് 25 അടി നടന്നു പോയി കുളിച്ചിട്ട് 25 നടന്ന് തിരിച്ച് നഗ്നതയോടുകൂടി തിരിച്ചു കയറുന്ന ഈ വസ്ത്രം എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ്. പ്രകൃതി മനുഷ്യന് ഓരോ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതിൽ ഒരു സ്ത്രീക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവളുടെ സൗന്ദര്യം. അത് മുഖം എല്ലാവർക്കും കാണാൻ പറ്റും, പക്ഷേ മറ്റു ഭാഗങ്ങളൊക്കെ ഭർത്താവിന് മാത്രം കാണാനുള്ളതാണ്, മറ്റു പുരുഷന് കാണാനുള്ളതല്ല. ആ സൗന്ദര്യം കാണാൻ ആഗ്രഹമുള്ള പുരുഷന്മാർ ഒരുപാട് തെറ്റുകൾ കാണിക്കും, ക്രൈം കാണിക്കും. അതിൽ നിങ്ങൾ സ്വയം രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം, ശരീര സൗന്ദര്യം മറച്ചിരിക്കണം. വളരെ ശ്രദ്ധേയമായിട്ട് മറച്ചിരിക്കാൻ പറ്റിയിരിക്കണം. ഒരു സ്ത്രീയുടെ മുഖം 3 തലമുറയ്ക്ക് ആസ്വദിക്കാം. അപ്പനും അമ്മയ്ക്കും ഉമ്മ കൊടുക്കാം, ഭർത്താവിനും ഉമ്മ കൊടുക്കാം, സ്ത്രീക്ക് ആ മുഖം ഉപയോഗിച്ച് കുഞ്ചുണ്ട് ഉപയോഗിച്ച് കുട്ടികളെ ഉമ്മ വെക്കാം. ബ്രസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് പാൽ കുടിക്കാം, ഭർത്താവിന് സുഖം അനുഭവിക്കാം, വേറെ ആർക്കും പാടില്ല. എന്നാൽ 3ാമത് യോനി ഭാഗം വരുമ്പോൾ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടാണ്, ഒരു തലമുറയ്ക്ക് മാത്രം അവകാശപ്പെട്ടാണ്, മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. സ്ത്രീയുടെ ഓരോ ശരീരഭാഗവും ഏത് മറയ്ക്കണം, ഏത് മറയ്ക്കാൻ പാടില്ല. പ്രകൃതി സ്ത്രീക്ക് കൊടുത്ത ഏറ്റവും വലിയ സംഭവമാണ് അവളുടെ സൗന്ദര്യം. പക്ഷെ എല്ലാവരും കാണിക്കാനുള്ളതല്ല. ഏത് കാണിക്കണം, ഏത് കാണിക്കാൻ പാടില്ല. ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ ഭാഗവതത്തിലെ കഥയിലൂടെ. അപ്പോൾ പ്രകൃതി സംരക്ഷണം നമ്മൾ പാലിക്കുമ്പോൾ വളരെ കൃത്യമായി അത് പാലിക്കാൻ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അപകടം സംഭവിക്കും. ഇനി അതേ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു പാഠം നമ്മളെ റിവേഴ്സിൽ പഠിപ്പിക്കുന്ന ഭഗവാൻ. അതെവിടെയാണ്? ദ്വാരക പണിഞ്ഞപ്പോൾ ചേട്ടത്തിയമ്മയുടെ സ്ഥലം ഭരിക്കാൻ വേണ്ടി ബലരാമൻ ശ്രീകൃഷ്ണന് സഹായം ചോദിച്ചു. മധുരയിൽ നിന്ന് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ചെന്നു. ഭഗവാൻ ദ്വാരകയുടെ ഭരണാധികാരിയായില്ല, രാജാവായില്ല, കിരീടം വെച്ചില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ ഒരു പട്ടണം പണിയണം. ഭഗവാൻ എന്ത് ചെയ്തു? 25 അടി പൊക്കത്തിലൊരു പെടസിലുണ്ടാക്കി പട്ടണം പണിയാൻ പറഞ്ഞു. പട്ടണം പണിഞ്ഞു. അതിന് 64 ഗേറ്റ് വെച്ചു. സാധാരണ പട്ടണങ്ങൾക്ക് ഒരു ഗേറ്റേ ഉള്ളൂ, 64 ഗേറ്റ് വെച്ചു. ഗേറ്റ് എന്നുള്ളതിൻ്റെ സംസ്കൃത വാക്കാണ് ദ്വാരം. അങ്ങനെ 64 ദ്വാരമുള്ള പട്ടണമായതുകൊണ്ട് അതിനെ ദ്വാരക എന്ന് വിളിച്ചു. സിറ്റി ഓഫ് ഗേറ്റ്സ്, ദ്വാരക എന്ന പട്ടണത്തിൻ്റെ പേര് വന്നു. ഭഗവാൻ കൃഷ്ണൻ്റെ അന്ത്യമായപ്പോൾ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. തിരമാലകൾ വന്ന് അടിച്ച് കയറി ദ്വാരക വെള്ളത്തിനടി പോയി. ദ്വാരക അപ്പോൾ ഇത് പോയത് എന്തുകൊണ്ടാണ്? പോയത് പ്രകൃതിയിൽ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കേണ്ട ചില പാഠങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ്. എത്ര പൊക്കത്തിലാണ് സുനാമി വന്നത്? ഭാഗവതം കൃത്യമായിട്ട് പറയുന്നു. 11 പേർ തലയ്ക്ക് മുകളിൽ കയറി നിന്നാൽ എത്ര ഉയരമുണ്ടോ അത്ര ഉയരത്തിലാണ് തിരമാല വന്നത്. അത് 6 അടി പൊക്കമാണ് ഒരു മനുഷ്യനെങ്കിൽ 66 അടി പൊക്കത്തിലാണ് തിരമാല വന്നിരിക്കുന്നത്. കേരളത്തിൽ 2004 ഒരു സുനാമി അടിച്ചു, 24 അടി പൊക്കത്തിലാണ് വന്നത്. എന്നിട്ട് തന്നെ 250 പേരോളം മരിച്ചു. തമിഴ്നാട്ടിൽ 1000-ഓളം പേര് മരിച്ച ആ സുനാമിയിൽ. ഇവിടെ 24 അടി പൊക്കത്തിൽ വന്ന സുനാമി 66 അടി പൊക്കത്തിലുള്ള സുനാമി എങ്ങനെ ഇരിക്കുന്നതാണ്? 66 അടി പൊക്കത്തിൽ സുനാമി വന്നപ്പം 25 അടി പൊക്കത്തിലുള്ള പെടസ്റ്റലിൻ്റെ മുകളിൽ പിന്നെ ഒരു 40 അടി വെള്ളം ഉണ്ടായിരുന്നു. അതാണ് തിരമാല അടിച്ച് കയറിയത്.
ഇനി സാധാരണ പട്ടണം പണിയുമ്പോഴത്തെ പോലെ കടലിൻ്റെ എതിർവശത്തൊരു ഗേറ്റ് മാത്രം ആയിരുന്നുവെങ്കിൽ ഈ വെള്ളം വന്ന് ദ്വാരകയിൽ അടിച്ചിട്ട് ദ്വാരകയിൽ അകത്ത് കയറാതെ വെള്ളം 4 സൈഡിൽ കൂടെ അങ്ങ് പോയനായിരുന്നു, ദ്വാരക രക്ഷപ്പെട്ടേനായിരുന്നു. 64 ഗേറ്റ് വെച്ചപ്പോൾ 64 ഗേറ്റിനകത്തൂടെ കടലിൽ അടിച്ചകത്ത് കയറി, അകത്ത് കയറി ദ്വാരക കടലിനടിയിൽ അങ്ങ് പോയി. BBC വേൾഡ് സർവീസ് വന്നിട്ട് ഇപ്പോഴത്തെ ദ്വാരക എന്ന ഗ്രാമത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അതിപ്പോൾ ഒരു 15,000 പേരുള്ള ചെറിയ ഗ്രാമമാണ്. അവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് കടലിനടിയിലെ ദ്വാരക. BBC വേൾഡ് സർവീസ് അണ്ടർഗ്രൗണ്ട് ക്യാമറ കൊണ്ടുവന്നിട്ട് ഈ ദ്വാരക മുഴുവൻ ഫോട്ടോ എടുത്തു. അവിടുത്തെ മതിലുകൾ, അവിടുത്തെ വിഗ്രഹങ്ങളെല്ലാം കാണാൻ പറ്റും. നിങ്ങൾ നെറ്റിൽ കയറി BBC വേൾഡ് സർവീസിലെ ദ്വാരക അണ്ടർ ദ സീ അടിച്ച് നോക്കിയാൽ മതി. കംപ്ലീറ്റ് ഭഗവാൻ കൃഷ്ണൻ ജീവിച്ചിരുന്ന ദ്വാരക നമുക്ക് ക്യാമറയിലൂടെ കാണാൻ പറ്റും, അണ്ടർഗ്രൗണ്ട് ഫോട്ടോസിലൂടെ. അപ്പോൾ എന്താണ് ഈ ഭഗവാൻ ചെയ്തത്? ഭഗവാൻ പറയുന്നു, ദ്വാരക എൻ്റെ അവസാനത്തിലൂടെ അവസാനിക്കാനുള്ളതാണ്. അതുവരെ മനുഷ്യരിത് അമ്പരപ്പിക്കുന്ന പട്ടണമായി. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തതോടുകൂടി ദ്വാരകയുടെ അവസാനവുമായി. അതുകൊണ്ടാണ് ഭഗവാൻ ദ്വാരക അങ്ങനെ പണിഞ്ഞുണ്ടാക്കിയത്. നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടൊരു കെട്ടിടം പണിയാൻ പാടില്ല. പ്രകൃതി വിരുദ്ധമായൊരു കെട്ടിടം പണിയാൻ പാടില്ല. എറണാകുളത്തെ കായലിൽ നിന്ന് 25 മീറ്റർ അകലെ ഫ്ലാറ്റുകൾ പണിയുന്നതിന് പകരം 15 മീറ്റർ വ്യത്യാസത്തിൽ ഫ്ലാറ്റ് പണിഞ്ഞു. സുപ്രീം കോടതി ഓർഡർ ചെയ്തു 500 ഫ്ലാറ്റും ഇടിച്ച് നിരത്താൻ. 500 ഫ്ലാറ്റും ഒക്കെ പോയി. പ്രകൃതിയെ സംരക്ഷിക്കാതെ നമ്മൾ വീട് പണിഞ്ഞാൽ, പ്രകൃതിയെ സംരക്ഷിക്കാതെ നമ്മൾ കൊട്ടാരം ഉണ്ടാക്കിയാൽ അതിന് ശാശ്വതമായില്ല. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് കൊട്ടാരം പണിഞ്ഞാൽ ആ കൊട്ടാരം നിത്യമായി നിലനിൽക്കും. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ അറിയേണ്ട ഒരു പാഠമാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ദ്വാരകയുടെ പണി. ഭഗവാൻ ഇങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതായിട്ടുള്ള പാഠങ്ങൾ വളരെ വിശാലമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ ഇങ്ങനെ പ്രകൃതിയെ നശിപ്പിച്ച് സർവം വിനാശകരമായ ഭഗവാൻ എന്തു ചെയ്യും? അതാണ് 10ാമത്തെ അവതാരം, കൽക്കി. ഒറിജിനലി കൽക്കിയുടെ പേര് കർക്കി എന്നായിരുന്നു. കർമ്മങ്ങൾക്ക് അവസാനം കുറിക്കുന്ന അവതാരം കർക്കി. ആ കർക്കി എന്നുള്ളത് പിന്നീട് സംസ്കൃതത്തിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഈ കർക്കിയെ പിടിച്ച് കൽക്കി എന്നാക്കി. കാലത്തിന് അവസാനം കുറിക്കുന്ന ആൾ, കർമ്മത്തിന് അവസാനം കുറിക്കുന്ന ഭഗവാന്റെ അവതാരത്തെ കർക്കിയെ ആധുനിക സംസ്കൃതം ബന്ധപ്പെട്ടതിന് കൽക്കി എന്നാക്കി. അപ്പോൾ കാലത്തിൻ്റെ അവസാനം കുറിക്കുകയാണ്. അപ്പോൾ കൽക്കി വരുമ്പോൾ ലോകം മുഴുവൻ നശിപ്പിക്കുമോ? ഇല്ല. കൽക്കി വരുമ്പോൾ ലോകത്തെ നശിപ്പിക്കുന്ന ദുർശക്തികളെ മുഴുവൻ അമർച്ച ചെയ്യും കൽക്കി. എന്നിട്ട് ശുദ്ധാത്മാക്കളുടെ നല്ല മനുഷ്യർക്ക് ഈ ഭൂമി കൊടുക്കുമെന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. കൽക്കിയെപ്പറ്റി പറയുന്ന പലരും ഈ ലോകം മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി കൽക്കി വരുമെന്നൊക്കെ അമ്പലമറ്റത്ത് പ്രസംഗിക്കാൻ കേട്ടോ, അവിടെ പറഞ്ഞാണ്. അങ്ങനെയല്ല കൽക്കി. കൽക്കി തെറ്റായ കാര്യങ്ങൾ നടത്തി ലോകത്തെ നശിപ്പിക്കുന്ന ശക്തികളെ ഇല്ലാതാക്കിയ ശേഷം നല്ല മനുഷ്യർക്കായി ഭൂമി തിരിച്ചു കൊടുക്കുകയാണ്. കാലത്തിൻ്റെ അന്ത്യം കുറിക്കുമെങ്കിലും പുതിയൊരു മന്വന്തരം സ്റ്റാർട്ട് ചെയ്യാൻ. കൃതത്രേത ദ്വാപര കലി, ആ 4 ചതുർയുഗങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞിട്ട് വീണ്ടും കൃതയുഗത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് കൽക്കിയുടെ അവതാരം സംഭവിക്കുന്നത്. പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യനിൽ നിന്ന് പ്രകൃതിയെ രക്ഷിക്കുന്ന ഒരു മന്വന്തരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയാണ് മന്വന്തരം അവസാനം. അപ്പോൾ ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ ദശാവതാരം എടുക്കുമ്പോൾ ഓരോ അവതാരത്തിലും പ്രകൃതി എങ്ങനെ രക്ഷിക്കുന്നു, പ്രകൃതിയെ നാശത്തിൽ എങ്ങനെ മാറ്റുന്നു, പ്രകൃതിയെ നശിപ്പിക്കുന്ന ആളിനെ എങ്ങനെയാണ് ഭഗവാൻ തൻ്റെ അവതാരത്തിലൂടെ ഇല്ലാതാക്കുന്നത്, കൂർമ്മം എങ്ങനെയാണ് പ്രകൃതിയെ രക്ഷിച്ചത്, എങ്ങനെയാണ് പാലാഴി മഥനം പോലെ മനസ്സിനെയും പ്രകൃതിയെയും മഥനം നടത്തി ഉയരത്തിലേക്ക് എങ്ങനെയാണ് പോവുക, മത്സ്യത്തെ പോലെ നാശത്തിൽ നിന്ന് എങ്ങനെയാണ് ലോകത്തെ രക്ഷിക്കുക, അല്ലെങ്കിൽ വരാഹത്തെ പോലെ നിഗൂഢമായി കിടക്കുന്നതിനെ എങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് വരാം, എങ്ങനെ വേദങ്ങളെ അറിവിനെ രക്ഷിക്കാം, വിശാലമെല്ലാം പഠിപ്പിക്കുകയാണ്. ഇന്ന് വരാഹൻ്റെ പേരിന് ആധാരമായ അവതാരം. നരസിംഹം വരുമ്പോൾ എന്താണ് അവസാനം? എല്ലാ മനുഷ്യനിലും മൃഗവും മനുഷ്യനും ഇരിപ്പുണ്ട്. അതാണ് ദേവാസുരം എന്നൊരു സിനിമയുണ്ട് മോഹൻലാലിൻ്റെ. ചില സമയത്ത് ദേവനായിട്ടും ചില അസുരനായിട്ടും ഒരേ മോഹൻലാൽ ആക്ട് ചെയ്യും. മനുഷ്യൻ എങ്ങനെയാണ്? മനുഷ്യൻ നരസിംഹമാണ്. ചില സമയത്ത് നരൻ സിംഹവും ചില സമയത്തും മനുഷ്യനുമാവും. മനുഷ്യൻ്റെ മൃഗസ്വഭാവത്തെ അമർച്ച ചെയ്ത് മനുഷ്യഭാവത്തെ ഉയർത്തുമ്പോഴാണ് മനുഷ്യനാകുന്നത്. നരസിംഹാവതാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഓരോ അവതാരവും പ്രകൃതി എങ്ങനെ രക്ഷിക്കുന്നു, പ്രകൃതി എങ്ങനെ നശിപ്പിക്കുന്നു, നശിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, ഈ പാഠങ്ങൾ ഭാഗവതത്തിൻ്റെ ഓരോ സ്കന്ധത്തിലും
കൃത്യമായി പറഞ്ഞു തരികയാണ്. 1:15 എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് പറഞ്ഞു. ഇപ്പോൾ 1:15 ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ചരിത്രത്തിലെ പ്രസിദ്ധമായ കൈപ്പുഴ ദേശത്ത്, ചരിത്രത്തിൽ വലിയ പങ്കുവച്ച കൈപ്പുഴ തമ്പാൻ്റെ തറവാടിക്കുന്ന ഭൂപ്രദേശത്ത് ഈ വലിയ ക്ഷേത്രവും ഈ വലിയ ജനങ്ങളും താമസിക്കുന്ന സ്ഥലമാണ്. ഞാൻ 1987 കോട്ടയം SP ആയിരുന്നു. അങ്ങനെ കോട്ടയം SP ആയിരിക്കുമ്പോൾ ഈ കൈപ്പുഴ ദേശത്തൊക്കെ വരികയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ചരിത്ര പുരുഷന്മാരെയും ഐതിഹ്യമാലയിലെ കഥകളുള്ള സ്ഥലത്തൊക്കെ വീടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. വീണ്ടും ഈ കൈപ്പുഴ വരാനും ഈ വലിയ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കുന്ന അവസരത്തിൽ വരാനും കഴിഞ്ഞ വലിയ ഭാഗ്യമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ വലിയ പങ്കുവഹിച്ച ഈ ദേശവാസികൾക്ക് പ്രത്യേക അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. ഐതിഹ്യമാലയിൽ പറയുന്ന പോലെയുള്ള വലിയ മഹാന്മാരെ ഇനിയും കൈപ്പുഴ ദേശം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.